ത്രില്ലിംഗ് സ്റ്റോറീസ് ബൈ മിഥുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഥയുടെ പേര് ഗ്രന്ഥം 101. അവതരണം മിഥുൻ മോഹൻ. ഊട്ടി തടാകങ്ങൾക്ക് മീതെ കരുണാർദ്രമായ ഒരനുഗ്രഹം പോലെ ഇളം വെയിൽ. ഏതോ യാഗമണ്ഡപത്തിലെ ഹോമാഗ്നിയിൽ നിന്നുയരുന്ന നേർത്ത പുകപടലം പോലെ തടാകപരപ്പിൽ നിന്ന് പൊന്തിത്തുടങ്ങുന്ന കോടമഞ്ഞ്. അകലെ അകലെ തടാകമധ്യത്തിനും അപ്പുറത്തായി നിരവധി കളിവഞ്ചികൾ ചലിച്ചുകൊണ്ടിരുന്നു. തൊട്ടടുത്ത പബ്ലിക് സ്കൂളിലെ മുതിർന്ന കുട്ടികളാണവയിലൊക്കെയും. ഇന്ന് സ്കൂളിന്റെ ഒഴിവു ദിനം, ഇന്ന് അവരുടെ ഉല്ലാസ ദിനവും. രാവിലെ 1 മണിക്കൂർ തടാകത്തിലെ ബോട്ടിംഗ് നടത്താൻ ആഗ്രഹമുള്ളവർക്ക് അനുവാദം കൊടുക്കും. അരുന്ധതി കയറിയ കളിത്തോണിയിൽ അവളെ കൂടാതെ 2 കൂട്ടുകാരിൽ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. പഴയ ഉല്ലാസത്തിലേക്ക് പൂർണ്ണമായും അവൾ തിരിച്ചു വന്നുവെന്ന് പറയാനാവില്ല. മഞ്ഞിൻ മറയിലെ സൂര്യനെ പോലെ അവളുടെ പുഞ്ചിരിക്ക് ഇപ്പോഴും ഒരു വിഷാദ ഛായയുണ്ടായിരുന്നു. വീട്ടിലെ വിഷാദമൂകമായ അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടെ വന്നാലെങ്കിലും കുറച്ച് ആശ്വാസമുണ്ടാകുമെന്ന് കരുതിയാണ് ഊട്ടിയിലേക്ക് തന്നെ തിരിച്ചു പോരാൻ ഒരുങ്ങിയത്. പക്ഷേ കൂട്ടുകാരുടെ സവിധത്തിലെത്തിയിട്ടും വേദനിക്കുന്ന ഓർമ്മകളിൽ നിന്ന് മുക്തയാവാൻ അവൾക്കാവുന്നില്ല. നിരന്തരം വേട്ടയാടപ്പെടുന്ന ഓർമ്മകൾ ജീവിതത്തിൽ നിന്നിനി ഒരിക്കലും ഒഴിഞ്ഞു പോകുമെന്നും തോന്നുന്നില്ല. തനിക്കച്ഛനില്ല, അമ്മയില്ല, സഹോദരനുമില്ല. അവരുടെ മുഖങ്ങൾ ഓർമ്മിക്കുമ്പോൾ നെഞ്ചു പൊട്ടുകയാണ്. അറിയാതെ നിറയുന്ന മിഴികൾ നിന്നു പെയ്യുകയാണ്. സംഭവിച്ചതൊന്നും അങ്ങനെയാകാതിരിക്കുന്നില്ലല്ലോ അരുന്ധതി. അതോർത്ത് എന്നും എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താണർത്ഥം? നീ സമാധാനിക്ക്. കൂട്ടുകാരികൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവളുടെ ദുഃഖം ഇരട്ടിയാകും. കൂട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അവരുടെ കൂടെ ഇറങ്ങിത്തിരിച്ചതാണവൾ. എന്നും കണ്ണുകൾക്കുത്സവമായിരുന്ന ഊട്ടിയിലെ പ്രകൃതി ഭംഗി അവൾ കാണുന്നതേ ഉണ്ടായിരുന്നില്ല. പെയ്യുന്ന മഞ്ഞിന്റെ തണുപ്പവൾ അറിയുന്നുമുണ്ടായിരുന്നില്ല. തടാകത്തിലെ ഓളങ്ങളിൽ തന്നെ മിഴികളൊന്നി ഒരേ ഇരിപ്പ്. അടുത്തിരുന്ന സഹപാഠികളുടെ ശബ്ദം അരുന്ധതി കേൾക്കുന്നേയില്ലായിരുന്നു. അരുന്ധതിക്കൊരു ഉണർവ് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് അവളെയും കൊണ്ടവർ ബോട്ടിങ്ങിന് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ എല്ലായ്പ്പോഴും ഏറ്റവും കൂടുതൽ ഉത്സാഹം പ്രകടിപ്പിക്കാറുള്ള അരുന്ധതിയുടെ നാവ് ഒരിക്കൽ പോലും ചലിച്ചതേയില്ല. നമുക്കൊരു റൗണ്ട് കൂടി പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോയേക്കാം. അരുന്ധതിയുടെ മൗനം കൂട്ടുകാരികളുടേതും കൂടിയായപ്പോൾ അവരിൽ ഒരാൾ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങേ കരയിൽ നിന്ന് ആ വഞ്ചി ഒരു ചുറ്റു പൂർത്തിയാക്കി തിരിച്ചു മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കരയിൽ ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് നിന്നത്. സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയുമാണത്. ജീപ്പിൽ നിന്നിറങ്ങിയ പാടെ സർക്കിൾ രാജഗോപാൽ ബൈനോക്കുലർ ഉപയോഗിച്ച് തടാകത്തിലാകമാനം പരതാൻ തുടങ്ങി. സ്കൂളിൽ വിളിച്ചു ചോദിച്ച് അരുന്ധതി അവിടെയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണവർ ഇങ്ങോട്ട് കുതിച്ചെത്തിയത്. അപ്പോൾ തങ്ങൾക്ക് ലഭിച്ച അറിവ് സത്യമാണ് എന്നതിന്റെ നടുക്കമായിരുന്നു അദ്ദേഹത്തിന്. തന്റെ കണക്കുകൂട്ടലുകൾ ഇത്തവണ പിഴച്ചില്ലെങ്കിൽ ദുരന്തഘോഷയാത്രകൾക്ക് കൊടി പിടിക്കുന്നത് ആരാണെന്ന് വ്യക്തമായി അറിയാൻ കഴിയും. വിഷ്ണു നാട്ടിൽ ജാഗ്രതയോടെയുള്ള നിരീക്ഷണത്തിലാണ്. തങ്ങൾ ഇവിടേക്ക് തിരിച്ചു കഴിഞ്ഞ് 4 മണിക്കൂർ കൂടി കഴിഞ്ഞ് ഒരിക്കൽ കൂടി അങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയും ചെയ്തു. വിഷ്ണു അവിടെ തന്നെ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. വിമാനത്തിലായാൽ പോലും അവനിനി മേനോൻ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞ സമയത്ത് ഊട്ടിയിലെത്താൻ കഴിയില്ല. തടാകത്തിലെ ഓരോ ബോട്ടും കരയ്ക്ക് നിന്ന് സൂക്ഷ്മമായി രാജഗോപാൽ നിരീക്ഷിച്ചു. ഏറ്റവും ഒടുവിലാണ് തിരിച്ചു പോകുന്ന ആ ബോട്ടും ബോട്ടിന്റെ സൈഡ് സീറ്റിൽ ഇരിക്കുന്ന അരുന്ധതിയെയും അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്നത്. അറിയാതെ അപ്പോഴും ഒരു നടുക്കം രാജഗോപാലിനുണ്ടായി. അരുന്ധതി! പരിസരം മറന്ന് രാജഗോപാൽ ഉറക്കെ വിളിച്ചു. വിളിക്കപ്പുറത്തെത്തിക്കഴിഞ്ഞിരുന്ന ആ ബോട്ടിന്റെ സമീപത്തോളം രാജഗോപാലിന്റെ ശബ്ദം എത്തിയില്ല. ശബ്ദം കേൾക്കുകയോ അരുന്ധതി തിരിഞ്ഞു നോക്കുകയോ ഉണ്ടായില്ല. എത്രയും വേഗം ആ ബോട്ടിനെ പിന്തുടരുക. അരുന്ധതിയെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റുകയും വേണം. രാജഗോപാൽ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ആ ഉത്തരവ് അടുത്ത ക്ഷണം തന്നെ പാലിക്കപ്പെട്ടു. തടാകത്തിന്റെ തൊട്ടടുത്തേക്കോടിയ പോലീസുകാർ ഒരു വാടക ബോട്ടിലേക്ക് ചാടിക്കയറി. അപ്പോഴും കൺമുമ്പിൽ നിന്ന് അകന്നു പോയിട്ടില്ലാത്ത അരുന്ധതിയുടെ ബോട്ടിനെ പിന്തുടരാൻ നിർദ്ദേശിച്ചു. ആകാവുന്നിടത്തോളം വേഗതയിൽ ബോട്ട് ഓടാൻ തുടങ്ങി. അരുന്ധതിയുടെ ബോട്ടിനോടടുക്കും തോറും രാജഗോപാലിന്റെ ഉത്സാഹം ഏറിയേറി വന്നു. ഇരു ബോട്ടുകളും തമ്മിലുള്ള അകലം ഇപ്പോൾ വിളിപ്പുറത്തായിരിക്കുന്നു. അരുന്ധതി, ബോട്ട് അവിടെ നിർത്തൂ. ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോകരുത്.
ഇത്തവണ അരുന്ധതി ശബ്ദം കേൾക്കുകയും സർക്കിൾ അങ്കിളിനെ കാണുകയും ചെയ്തു. ഒരു നിമിഷം അവൾ പകച്ചു പോവുക തന്നെ ചെയ്തു. സർക്കിൾ അങ്കിൾ എങ്ങനെ ഇവിടെ എത്തി? ഒപ്പം അകാരണമായ ഒരു ഭീതിയും. വീട്ടിൽ ആർക്കെങ്കിലും? ഈശ്വര, അങ്ങനെ ഉണ്ടാകരുതേ. ഇരു ബോട്ടുകളുടെയും വേഗത കുറഞ്ഞു. രാജഗോപാൽ വാച്ചിൽ നോക്കി. അതേസമയം ഇനി കുഴപ്പമൊന്നും ഉണ്ടാകാനില്ലല്ലോ. കയ്യൊന്ന് നീട്ടിയാൽ തൊടാവുന്നത്ര അടുത്ത് അരുന്ധതിയുണ്ടല്ലോ. ഇനി അവൾ എങ്ങനെ തടാകത്തിൽ മുങ്ങി മരിക്കുമെന്നാണ്? മേനോൻ അദ്ദേഹത്തിന് ഇത്തവണയെങ്കിലും ഒരു ശുഭവാർത്ത നൽകാൻ കഴിയും. എന്താ അങ്കിൾ വിശേഷം? ഉത്കണ്ഠയോടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് അരുന്ധതി ഇരുന്നിടത്തു നിന്ന് എണീക്കാൻ ആയുകയായിരുന്നു. അതേ ക്ഷണത്തിൽ തന്നെ ആ ദുരന്തം സംഭവിച്ചു. അവളുടെ പിന്നിൽ തടാകത്തിലാകെ ഒരിടയിളക്കം. ഒരു ഞൊടി നേരം കൊണ്ട് ജലപ്പരപ്പിനടിയിൽ നിന്ന് ഒരു ജലസ്തൂപം ഉയർന്നു വന്നു. ആ ജലസ്തൂപത്തിനുള്ളിൽ നിന്ന് മിന്നൽ പിണരിന്റെ വേഗതയിൽ നീണ്ട 2 കൈകൾ അരുന്ധതിയെ കടന്നു പിടിച്ചു. ഇമയൊന്ന് ചലിപ്പിക്കാനുള്ള നേരം ലഭിക്കുന്നതിന് മുൻപേ ആ കൈകൾ അവളെയും കൊണ്ട് തടാകത്തിനടിയിലേക്ക് താണു. ഞെട്ടിപ്പിടഞ്ഞുപോയ സർക്കിൾ രാജഗോപാൽ നിശ്ചേതനായി നിന്ന ഒരു നിമിഷം. ഒപ്പം തടാകത്തിലേക്ക് ചാടാൻ പോലീസുകാർക്കുള്ള നിർദ്ദേശം. അരുന്ധതി കയറിയിരുന്ന ബോട്ടിൽ നിന്ന് അവളുടെ കൂട്ടുകാരികളുടെ കൂട്ട നിലവിളി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർക്കും കഴിഞ്ഞില്ല. പോലീസ് പാർട്ടികളുടെ വരവും അവരെ ഉത്കണ്ഠാകുലരാക്കിയിരിക്കുകയായിരുന്നല്ലോ. എന്താണ് പ്രശ്നമെന്ന് അരുന്ധതിയോട് ചോദിക്കാനുള്ള ഇടവേള ലഭിച്ചുമില്ല. അരുന്ധതി ബോട്ടിലില്ലെന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിഹ്വലതയോടെ അവർ തലങ്ങും വിലങ്ങും പാഞ്ഞു. തങ്ങളുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് അരുന്ധതി ഒപ്പം പോന്നത്. അവൾക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്കത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. രാജഗോപാലിന്റെ ശരീരം വെട്ടിവിറച്ചു. നെഞ്ച് പെരുമ്പറ പോലെ തുടിച്ചു. ഇതുപോലൊരു അനുഭവം ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. കയ്യൊന്നു നീട്ടിയാൽ തൊടാവുന്നത്ര അടുത്തെത്തിയ അരുന്ധതിയാണ് തടാകത്തിന്റെ അടിത്തട്ടിലേക്ക്. കൈകളിൽ തലയും താങ്ങി ബോട്ടിന്റെ തിട്ടയിൽ സർക്കിൾ രാജഗോപാൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ വിരലുകൾ വിറയാർന്നിരുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ തടാകത്തിന്റെ അടിയിൽ പരതിയ പോലീസുകാർ മുകൾ പരപ്പിലെത്തി. അരുന്ധതിയുടെ ഒരു വസ്ത്രത്തുണ്ടുപോലും കണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി എങ്ങനെ തിരിച്ചു പോകും? മേനോൻ അദ്ദേഹത്തോട് എന്ത് സമാധാനം പറയും? തന്റെ ഡിപ്പാർട്ട്മെന്റിന് ഇനി തന്നോടുള്ള മനോഭാവം എന്തായിരിക്കും? കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഇന്നുവരെ പറയിപ്പിച്ചിട്ടുള്ളത്. ഇതിലും വലിയൊരു കഴിവുകേട് തന്റെ പേരിൽ ഇനി രേഖപ്പെടുത്താനാവില്ല. സർക്കിൾ രാജഗോപാലിന് ആത്മനിന്ദ തോന്നി. താനൊരു കടുകുമണിയേക്കാൾ ചെറുതായി പോയതുപോലെ. ഇത് ചെയ്തത് വിഷ്ണുവാണെന്ന് എങ്ങനെ വിശ്വസിക്കാനാണ്? പോലീസുകാരെ തടാകതീരത്ത് തന്നെ കാവൽ നിർത്തിയിട്ട് രാജഗോപാൽ ഊട്ടി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് നാട്ടിലെ സ്റ്റേഷനുമായി ബന്ധപ്പെടുകയായിരുന്നു ഉദ്ദേശം. അത് എളുപ്പം സാധിക്കുകയും ചെയ്തു. രാജഗോപാൽ ആദ്യം തിരക്കിയത് വിഷ്ണുവിനെ കുറിച്ചാണ്. അവൻ ഇല്ലത്ത് തന്നെ ഉണ്ടെന്ന മറുപടിയാണ് ലഭിച്ചത്. അവൻ അവിടെ ഇല്ലെന്ന് കേൾക്കാനാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത്. തന്റെ കണക്കുകൂട്ടലുകൾ വീണ്ടും പിഴച്ചിരിക്കുന്നു. അഴിയുമെന്ന് പ്രതീക്ഷിച്ച കുരുക്കുകൾക്ക് കടുംകെട്ട് വീഴുകയാണുണ്ടായത്. ഇനി എന്ത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വൈകുന്നേരമാകുന്ന സമയത്ത് തടാക തീരത്തു നിന്ന് റിപ്പോർട്ട് ലഭിച്ചു. അരുന്ധതിയുടെ ജഡം പൊന്തിയിരിക്കുന്നു. തടാക തീരത്ത് വലിച്ചടുപ്പിച്ച് കിടത്തിയിരിക്കുന്ന അരുന്ധതിയുടെ ജഡം നോക്കി നിൽക്കെ സർക്കിൾ രാജഗോപാലിന്റെ ഇടനെഞ്ച് വിങ്ങി. ആരെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞെത്തിയോ ആ ആളിന്റെ ശവമഞ്ചവുമായി മടക്കയാത്ര വേണ്ടി വന്നിരിക്കുന്നു. വല്ലാത്ത നടുക്കമുണ്ടാക്കിയ ഒരു സംഭവമായി പോയി ഇത്. സർവീസിൽ കയറിയിട്ട് ആദ്യത്തെ നടുക്കമുണ്ടാക്കുന്ന പരാജയം. കരച്ചിലടക്കാൻ രാജഗോപാൽ പാടുപെടുകയായിരുന്നു. വിഷ്ണു ഇല്ലത്തെ തന്റെ മുറിയിൽ നിന്നിറങ്ങിയതേയില്ല. ക്ഷേത്രത്തിലെ കാര്യങ്ങൾ തൽക്കാലം ഒരു നമ്പൂതിരി യുവാവിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ ആശ്വാസം. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മരണം പോലെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അനിവാര്യതകൾക്ക് മുന്നിൽ ഇതല്ലാതെ മറ്റ് പോംവഴി എന്തുണ്ട്? ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ അനുവാദത്തോടെ തന്നെയാണവൻ അങ്ങനെ ചെയ്തത്. തനിക്കെതിരെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ജാഗരൂകരായിരിക്കുകയാണ് ഓരോരുത്തരും. ഇതുവരെ ആരോപണങ്ങളല്ലാതെ അടിസ്ഥാനമുള്ള ഒരു തെളിവും അവർക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്ന നേരം അന്തിമഹാകാളൻ കാവലിൽ നിന്ന് താൻ പുറത്തായത് തന്നെ. അതിനു മുമ്പ് തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ തനിക്ക് കഴിയില്ലേ?
വിഷ്ണുവിന്റെ ഹൃദയം അത്രയും പ്രക്ഷുബ്ധമായ മറ്റൊരവസരവും ഉണ്ടായിട്ടില്ല. തന്റെ ഇല്ലത്തിനു ചുറ്റും പോലീസുകാരുണ്ടെന്നും താൻ അവരുടെ നിരീക്ഷണത്തിലാണെന്നും അവൻ അറിയാമായിരുന്നു. തന്റെ പേരിൽ ഏതോ ആരോപണമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണിപ്പോഴിത്ര ജാഗ്രത. അതെന്താണെന്നറിയാൻ ഒരു മാർഗവുമില്ല. മഷി നോക്കാനുള്ള ഗ്രന്ഥവും പോയ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോയില്ലേ? ആ ഗ്രന്ഥങ്ങൾ തിരികെ ലഭിച്ചേ പറ്റൂ. അത് ഗുരുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷേ അതാരാണ് കവർന്നു കൊണ്ടുപോയത്? ഉച്ച കഴിഞ്ഞ നേരത്ത് പോലീസുകാർ ഇല്ലം വിട്ടുപോയത് അവൻ അറിഞ്ഞു. സർക്കിൾ രാജഗോപാൽ തിരിച്ചെത്തി കാണണം. ഇല്ലത്തേക്ക് ദുരന്തമറിഞ്ഞ് നാട്ടുകാർ വന്നുകൊണ്ടിരുന്നു. സന്ധ്യ മയങ്ങിയ നേരത്ത്, അതെ, ഏറ്റവും ഒടുവിൽ ഇല്ലത്തേക്ക് വന്നയാളെ കണ്ട് വിഷ്ണു അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോവുക തന്നെ ചെയ്തു. അത് ഗുരുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ രൗദ്രം കത്തി നിന്നിരുന്നു. വിശ്വംഭരൻ ചിരിച്ചു, സംതൃപ്തിയോടെയുള്ള ചിരി. തന്റെ കണക്കുകൂട്ടലുകൾ പോലെ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നുണ്ട്. ഇതുപോലെ മുന്നോട്ടങ്ങനെ നീങ്ങിയാൽ മതി. അത് അങ്ങനെ തന്നെ നീങ്ങും. ഇപ്പോൾ അതിനുള്ള കെൽപ്പായിട്ടുണ്ട്. തന്നെ ആരും ഉടനെ എങ്ങും തിരിച്ചറിയാൻ പോകുന്നുമില്ലെന്നുറപ്പാണ്. വിഷ്ണുവിനെ കുറിച്ച് കുറച്ച് ഭയമുണ്ടായിരുന്നുള്ളൂ. അവന്റെ മാന്ത്രിക ഗ്രന്ഥങ്ങളെല്ലാം തന്റെ കയ്യിലെത്തിയ നിലയ്ക്ക് ഉടനെയൊന്നും ഇനി അവനെ കൊണ്ട് ഒന്നും ചെയ്യാനൊക്കില്ല. മാത്രമോ, അവനെതിരെ നടത്തിയ ആദ്യത്തെ പരീക്ഷണം തന്നെ 100% വിജയവും. അരുന്ധതിയെ പറഞ്ഞ സമയത്ത് തന്നെ ഊട്ടിത്തടാകത്തിന്റെ അടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വിഷ്ണുവിന്റെ ശബ്ദത്തിൽ മേനോനോടത് വിളിച്ചറിയിക്കാൻ തനിക്ക് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷണം തന്നെയായിരുന്നു. വിഷ്ണുവിനോട് തനിക്ക് പകയുണ്ടോ? ഇല്ലെന്ന് തീർത്ത് പറയാനാവില്ല. ഒരിക്കൽ ആ താളിയോലകൾക്ക് വേണ്ടി താൻ ആറ്റുനോറ്റിരിക്കെ തന്റെ കൺമുന്നിൽ നിന്നാണ് അവനതും കൊണ്ട് രക്ഷപ്പെട്ടത്. അന്ന് അവനോട് വിശ്വസനീയമായ ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ചു തന്നെ അവൻ തന്റെ തൊണ്ടയിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നേനെ. യഥാർത്ഥത്തിൽ അവന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് പിറ്റേ പുലർച്ചയെ അറിഞ്ഞുള്ളൂ. വിഷ്ണു ഗുരുക്കളുടെ അമൂല്യ ഗ്രന്ഥങ്ങളുമായി കടന്നിരിക്കുന്നു. അവൻ ചതിച്ചത് തന്നെയാണെന്ന് വിശ്വസിച്ചു. അതോടെ മനസ്സിൽ കെട്ടിപ്പൊക്കിയ സ്വപ്നസൗധങ്ങൾ അപ്പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് എത്ര വർഷങ്ങളാണ് കളരിയിൽ തനിക്ക് കഴിഞ്ഞുകൂടേണ്ടി വന്നത്. ഒരേയൊരു ബഹുമതി മാത്രം ലഭിച്ചു, ഗുരുക്കളുടെ ഏറ്റവും ഒടുവിലത്തെ ശിഷ്യൻ എന്ന പദവി. അതിലും വലുതായി ഒന്നും ലഭിച്ചില്ലെന്ന് പറയാമോ? ഉവ്വ്, തീർച്ചയായും ലഭിച്ചു. അറിയാവുന്നതെല്ലാം ഗുരുക്കൾ തന്നെ പഠിപ്പിച്ചു തന്നു. ഒരു പക്ഷേ ആ കളരിയിൽ നിന്ന് എല്ലാം അതാതിന്റെ ചിട്ടയോടെ യഥാർത്ഥ സമയമെടുത്ത് പഠിച്ച ഏക വിദ്യാർത്ഥി എന്ന ബഹുമതിയും തനിക്കായിരിക്കണം. ഗുരുശാപമേറ്റ് വാങ്ങേണ്ടി വന്ന വിഷ്ണുവിന്റെ അവസ്ഥയാവില്ല ഏതായാലും തനിക്ക്. കളരിയിൽ നിന്നിറങ്ങുമ്പോഴും പക്ഷേ വിഷ്ണു ഒതുക്കപ്പെടേണ്ട ഒരു ശത്രുവാണെന്ന് തോന്നിയില്ല. അവൻ അത്ഭുതം പ്രവർത്തിക്കാൻ കളരിയിലേക്ക് വന്നു കളഞ്ഞു. കോമളവല്ലിയുടെ സംസാരശേഷി തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. അതോടെ ഗുരുക്കളുടെ പക അലിയിച്ചു തീർക്കാൻ അവന് കഴിയുകയും ചെയ്തു. അത് വിഷ്ണു ചെയ്യരുതായിരുന്നു. തന്റെ കഴിവുകൊണ്ട് നടക്കേണ്ട ഒരു സംഗതി അവൻ ചെയ്തത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ അവനോട് തനിക്ക് വിദ്വേഷം തോന്നിപ്പോയത്. കോമളവല്ലിയെ താൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് താൻ പോലും അറിയുന്നത് അപ്പോഴാണ്. അതെ, താനായിരുന്നു അവൾക്ക് ആ കഴിവ് വീണ്ടെടുത്ത് കൊടുക്കേണ്ടിയിരുന്നത്. ഗുരുവിന്റെ ഏറ്റവും ഉത്തമനായ ശിഷ്യനെ ഗുരുക്കൾ മരുമകനാക്കുന്ന മുഹൂർത്തം സ്വപ്നത്തിലെങ്കിലും കണ്ട് ആഹ്ലാദിച്ചിട്ടുണ്ട്. ഓർക്കാതിരിക്കെ, പ്രതീക്ഷിക്കാതിരിക്കെ പൊടുന്നനെ വിഷ്ണു അത് നേടിയെടുത്തു കളഞ്ഞു. പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. വിഷ്ണു തെറ്റുകാരനാണെന്ന് ഗുരുക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഗുരുക്കളുടെ സ്നേഹം വീണ്ടും അവൻ നേടിയെടുത്തുകൂടാ. പോരെങ്കിൽ അവൻ ഗുരുക്കളെക്കാൾ വലിയ മാന്ത്രികനായെന്ന് കേട്ടപ്പോഴുണ്ടായ അസൂയയും. ഗുരുമുഖത്തു നിന്ന് പഠിച്ചിട്ടും വിഷ്ണുവിനോളം പഠിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഗുരു തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പഠിച്ചതിനേക്കാളേറെ പഠിക്കാനുള്ളതാണ്. എന്തു തന്നെയായാലും അതങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്തു പഠിക്കണമെന്ന് തെരഞ്ഞു പിടിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒരു ഗുരുവിന്റെ ധർമ്മം. അങ്ങനെ ചെയ്താൽ പഠിക്കുന്ന ശിഷ്യൻ നേർവഴിയെ പോകും. ലക്കും ലഗാനുമില്ലാതെ പഠിച്ചാൽ പഠിക്കുന്നവൻ തോന്നിയ വഴിയെ പോകും. വിഷ്ണുവിന് പറ്റിയതാണ്. വേണ്ടതും വേണ്ടാത്തതും അവൻ പഠിച്ചു. അവന്റെ പോക്കും അങ്ങനെയാണല്ലോ. നല്ലത് മാത്രം പഠിച്ചിരുന്നെങ്കിൽ, അത് മാത്രം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഒരു തിന്മ ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. ഇന്നവൻ ചെയ്തു കൂട്ടുന്നതെല്ലാം എന്താണ്?
മനസ്താപത്തോടെയാണ് ഗുരുക്കൾ പറഞ്ഞത്. അവൻ കൊണ്ടുപോയ വിശിഷ്ട ഗ്രന്ഥത്തിൽ അത്യപൂർവ മന്ത്രവിധികളുടെ താളിയോലകൾ ഉണ്ടായിരുന്നു. ഒരു വേള കൂടുവിട്ട് കൂടുമാറാനുള്ള അതീവ രഹസ്യമന്ത്രങ്ങൾ വരെ. ഒക്കെ കേട്ടുനിന്നതല്ലാതെ ഒരഭിപ്രായവും പറയാൻ കഴിഞ്ഞില്ല. ആ ഗ്രന്ഥങ്ങളെല്ലാം തന്റെ പക്കലുണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെയെങ്കിലും മോഹിച്ചു പോയെന്നത് നേരാണ്. കളരി വിട്ടതിനു ശേഷവും അതുതന്നെയായി ചിന്ത. ഇപ്പോൾ തന്നെ ഒരു മാന്ത്രികനാകാനുള്ള യോഗ്യതകളെല്ലാം താൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ വിഷ്ണുവിന്റെ പക്കലുള്ള ഗ്രന്ഥങ്ങളിലെ മന്ത്രങ്ങൾ കൂടി ആയാലോ? അതുകൂടി ഉണ്ടെങ്കിൽ തന്നെ തോൽപ്പിക്കാൻ പിന്നെ അടുത്തെങ്ങും ഒരാളും ഉണ്ടാകില്ല. മാത്രമോ ഏതു ദുർമന്ത്രവാദിയെയും വരച്ച വരയിൽ നിർത്താനും കഴിയും. ആ ഗ്രന്ഥങ്ങൾ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഊണിലും ഉറക്കത്തിലും അതുതന്നെയായിരുന്നു ആലോചന. വിഷ്ണുവിന്റെ പക്കലുള്ള ഗ്രന്ഥങ്ങൾ എങ്ങനെയും തന്റെ പക്കലെത്തണം. നേരിട്ട് ആവശ്യപ്പെട്ടാൽ അത് ലഭിക്കാൻ പോണില്ലെന്നുറപ്പാണ്. തനിക്ക് അങ്ങനെയൊരു താല്പര്യമുണ്ടെന്ന് അറിഞ്ഞാൽ അവനും ജാഗരൂകനാകും. വിഷ്ണു അറിയാതെ അതെങ്ങനെ തനിക്ക് ലഭിക്കും? തികച്ചും യാദച്ഛികമായാണ് ഇലഞ്ഞിത്തറ പണിക്കരുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞത്. അമ്പലമുറ്റത്തെ ആൽത്തറ ചുവട്ടിൽ അപ്രതീക്ഷിതമായി പണിക്കരെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇത്ര വേഗം അങ്ങനെയൊരു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കില്ലായിരുന്നു. ആൽത്തറയിലിരിക്കുകയായിരുന്ന തന്റെ പക്കലേക്ക് പണിക്കരാണ് വന്നത്. ഔപചാരികതയ്ക്ക് വേണ്ടി ഇരുന്നിടത്തു നിന്ന് എണീറ്റു. പണിക്കരെ പണ്ടും ബഹുമാനിക്കാൻ തോന്നിയിട്ടില്ലെങ്കിലും അയാളുടെ പ്രായത്തെ ബഹുമാനിക്കാതിരിക്കാനാവില്ല. വിശ്വംഭരന്റെ പഠനമൊക്കെ തീർന്നല്ലോ അല്ലേ? ഒരിക്കലും ഉണ്ടാകാത്ത ഒരു താല്പര്യത്തോടെയാണ് ചോദ്യം. ഇവൻ മാന്ത്രികനായി തനിക്ക് പാരയാകുമോ എന്നറിയാനുള്ള വഴിയാണ് കോടാലി പണിക്കരുടേതെന്ന് മനസ്സിലായി. വെറുതെ ഒന്ന് ചിരിച്ചു. പഠിച്ച വിദ്യ ജീവിതമാർഗമായി പരീക്ഷിക്കുകയല്ലേ ആദ്യം വേണ്ടത്? ബഹുമാനം ശബ്ദത്തിലൊട്ടും കുറയാതെ തന്നെ ചോദിച്ചു. ഉവ്വ്, അതുതന്നെയാ നല്ലതും. ഗുരുക്കൾ നിന്നെ മുഴുവനും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ അതുകൊണ്ടെല്ലാം പൂർണ്ണമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കേണ്ട ഗ്രന്ഥങ്ങൾ പഠിക്കരുതാത്തവൻ പഠിച്ചു. ശേഷിച്ചതല്ലേ നിനക്ക് ലഭിച്ചുള്ളൂ. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നീ രാജാവാകുമായിരുന്നു. മാന്ത്രിക രാജാവ്. വിഷത്തിന്റെ ഒരു വിത്ത് തന്നെയാണ് ഇലഞ്ഞിത്തറ പണിക്കർ വിശ്വംഭരന്റെ സ്വതേ ചഞ്ചലമായ ഹൃദയത്തിലേക്കെറിഞ്ഞ് പിടിപ്പിച്ചത്. അവനൊരു നിമിഷം നിശബ്ദനായി നിന്നു. യഥാർത്ഥത്തിൽ നീയാണ് വിശ്വംഭര കളരിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടവൻ. നിന്നെപ്പോലെ ഗുരുകുലം പൂർത്തിയാക്കിയ മറ്റൊരു ശിഷ്യൻ ഗുരുക്കൾക്കില്ല. വിഷ്ണു തട്ടിയെടുത്തു കൊണ്ടുപോയ മാന്ത്രിക ഗ്രന്ഥങ്ങൾ കൂടി വീണ്ടെടുക്കാൻ സാധിച്ചാൽ നിന്നെ ഗുരുക്കൾ കളരി ആശാൻ തന്നെ ആക്കിയെന്നിരിക്കും. നിനക്കതിന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം. വിശ്വംഭരന്റെ കണ്ണുകൾ പണിക്കരുടെ മുഖത്ത് തന്നെ തങ്ങി. പ്രത്യാശയുടെ ഒരു നേരിയ തിളക്കം അവന്റെ കണ്ണുകളിൽ നിന്ന് പണിക്കർ തിരിച്ചറിഞ്ഞു. ആൽത്തറയിലേക്ക് വേറെ ചിലർ കൂടി വന്ന നേരമായിരുന്നു അത്. നീ വാ, നമുക്ക് വീട്ടിൽ ചെന്നിരുന്ന് സംസാരിക്കാം. പണിക്കർ ക്ഷണിച്ച നേരത്ത് തന്നെ അവൻ ഒപ്പം ഇറങ്ങി. ഇലഞ്ഞിത്തറ പണിക്കർ ഉള്ളിൽ ചിരിച്ചു. വിഷ്ണുവിനോടുള്ള പക കത്തിക്കാളുന്ന ആ മനസ്സ് വിശ്വംഭരന് തെല്ലും മനസ്സിലാകുമായിരുന്നില്ല. തനിക്കവനെ നേരിടാനുള്ള കെൽപ്പില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞു. വിശ്വംഭരന് കുറെ കഴിയും. അവനും കൂടി തന്റെ ഒപ്പമുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പം നീങ്ങും. അന്ന് തറവാട്ട് മുറ്റത്ത് വെച്ചേറ്റ അടിയുടെ വേദന ഇനിയും പൂർണ്ണമായെന്ന് പറയുക വയ്യ. അന്നിടിഞ്ഞ് പൊളിഞ്ഞു വീണ തറവാട്ട് കെട്ട് ഇന്നും നന്നാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അന്നേ അത് സാധിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. വിഷ്ണുവിന്റെ പതനം കണ്ടതിന് ശേഷമേ താനത് ചെയ്യൂ എന്ന മനസ്സിൽ ശപഥമായിരുന്നു. വിശ്വംഭര, ഞാൻ പറയുന്നത് അതിൻ്റെതായ അർത്ഥത്തിൽ നീ ഉൾക്കൊള്ളണം. നീ ഒരു മാന്ത്രികനാകുന്നതിൽ ഉത്കണ്ഠയുള്ളത് കൊണ്ടാണെന്ന് ധരിക്കുകയേ അരുത്. പണ്ടുള്ള മാന്ത്രികർ അങ്ങനെ ധരിച്ചിരുന്നു. ആരെങ്കിലും പുതുതായി ഒരാൾ രംഗത്ത് വന്നാൽ തന്റെ സിംഹാസനം തെറിച്ചു പോകുമെന്ന്. അത് ചില ദുഷ്ട മനസ്സുകളുടെ ലക്ഷണമാണ്. എനിക്കത്തരം ചിന്തകളേയില്ല. ഓരോ രംഗത്തും പുതിയ ആളുകൾ വരണം. താൻ മാത്രമേ ലോകത്തുണ്ടാവൂ എന്ന് ചിന്തിക്കുന്നതിനോളം വലിയ അപരാധമില്ല. മത്സരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെങ്കിലേ വിജയത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയൂ. അതറിയാതെയുള്ള പോക്കാണ് വിഷ്ണുവിൻ്റെതെന്ന് തീർച്ച. തന്റെ തറവാട്ടിലെത്തും മുമ്പേ വിശ്വംഭരന്റെ മനസ്സ് പൂർണ്ണമായും തനിക്കനുകൂലമാക്കിയെടുക്കാൻ ഇലഞ്ഞിത്തറ പണിക്കർക്ക് കഴിഞ്ഞു.
തറവാട്ടിൽ തന്റെ സ്വകാര്യ മുറിയിലെത്തിക്കഴിഞ്ഞാണ് കാര്യങ്ങൾ അതാതിന്റെ രീതിയിൽ അയാൾ അറിയിച്ചത്. കോമളവല്ലിക്ക് സംസാരശേഷി തിരിച്ചു കൊടുത്തതോടെ ഗുരുക്കളുടെ മനസ്സ് അവനോടുള്ള വിരോധം മറന്ന മട്ടിലാണ്. അതാണ് അപകടവും. പതിയെ പതിയെ ഗുരുക്കളെ തന്റെ വശത്തേക്ക് കൊണ്ടുവരാൻ വിഷ്ണുവിനി എളുപ്പമാണ്. അവൻ ഒരനാഥനാണെന്ന കാര്യവും നാം മറന്നുകൂടാ. ന്യായമായും നിനക്ക് ലഭിക്കേണ്ട കളരിയുടെ പാരമ്പര്യം തട്ടിയെടുക്കുകയാണോ അവന്റെ ഉദ്ദേശമെന്ന് സംശയിക്കണം. പണിക്കർ പറഞ്ഞപ്പോഴാണ് നടക്കുന്ന ആ സാധ്യതയെക്കുറിച്ച് വിശ്വംഭരൻ ആലോചിക്കുന്നത്. താൻ ഇന്ന് വരെ ആലോചിക്കാതിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടു വന്ന് അവൻ ആ ഊമയെ സംസാരിപ്പിക്കേണ്ട വല്ല കാര്യവുമുള്ളതാണോ? അവളോട് തനിക്ക് താല്പര്യമുണ്ടെങ്കിലും അവൾക്ക് തന്നോടങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജീവൻ പോലെ പ്രധാനമായ സംസാരശേഷി തിരിച്ചു കിട്ടിയതോടെ അവളുടെ മുഴുവൻ സ്നേഹവും ആദരവും അവന് നേരെ തിരിഞ്ഞു കാണും. മകൾക്കപ്പുറം മറ്റൊരു ലോകമില്ലെന്ന് ധരിക്കുന്ന ഗുരുക്കൾ അവളുടെ വാക്കല്ലാതെ സ്വീകരിക്കുമോ? അതെ, അങ്ങനെയേ സംഭവിക്കാനിടയുള്ളൂ. അവനെ ഒതുക്കാൻ ഏറ്റവും എളുപ്പവും ആദ്യത്തേതുമായ മാർഗം അവന്റെ കയ്യിലുള്ള താളിയോല ഗ്രന്ഥങ്ങൾ തട്ടിയെടുക്കുക എന്നത് തന്നെയാണ്. പിന്നെ കോമളവല്ലി അവനെ തെറ്റിദ്ധരിക്കുന്ന ഒരു പദ്ധതി കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ ശേഖരമേനോന്റെ കുടുംബത്തിൽ ഒരു ദുരന്തവും ഉണ്ടാകണം. അതായത് എല്ലാ വശത്തു നിന്നും ഒരുമിച്ചാക്രമിച്ച് അവനെ ഏക അവസരത്തിൽ നിഷ്ക്രിയനാക്കണം. അങ്ങനെ സംഭവിച്ചാലേ വിഷ്ണു ഒതുങ്ങൂ. അതേ നേരത്ത് തന്നെ ഗുരുക്കൾക്ക് അവനോട് പക തോന്നുകയും വേണം. ഇലഞ്ഞിത്തറ പണിക്കർ കാര്യങ്ങൾ വീണ്ടും വിശദമാക്കി കൊടുത്തു. അങ്ങനെയാണവർ ഇരുവരും ചേർന്ന് ആ കെണി ഒരുക്കിയത്. ഇലഞ്ഞിത്തറ പണിക്കർ കോമളവല്ലിയെ ബലാത്കാരം ചെയ്യുക, ആ നേരത്ത് വിഷ്ണു ഇവിടെ വരാനിടയുണ്ടാക്കുക. അപ്പോൾ വിശ്വംഭരൻ വിഷ്ണുവിന്റെ ഇല്ലത്തെത്തുകയും താളിയോലകൾ വീണ്ടെടുക്കുകയും ചെയ്യുക. അവിടെ നിന്ന് അരുന്ധതയെ തേടി നേരെ ഊട്ടിയിലേക്കാണവൻ പോകേണ്ടത്. എല്ലാം ഇതാ ഭംഗിയായി കലാശിച്ചിരിക്കുന്നു. കണക്കുകൂട്ടലുകളിൽ ഒന്നുപോലും തെറ്റിയില്ല. പക്ഷേ ഒരിക്കലും നനയ്ക്കാത്ത ദുരന്തമാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന കഥ അപ്പോഴൊന്നും വിശ്വംഭരൻ അറിഞ്ഞതേയില്ല. അതവൻ അറിഞ്ഞ നിമിഷം കണ്ണുകളും തമ്മിലിടഞ്ഞു. ആദ്യത്തെ 2 കണ്ണുകളിലെ അഗ്നിസ്ഫുല്ലിംഗങ്ങൾ മറ്റേ കണ്ണുകളെ ഭസ്മമാക്കുമെന്ന് തോന്നുമായിരുന്നു. ഗുരുക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ വിഷ്ണു പൊടുന്നനെ മുഖം കുനിച്ചു. ഇത് അപ്രതീക്ഷിതമായി പോയി. ഗുരുക്കളെ ഇത്തരമൊരവസരത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇദ്ദേഹത്തിന്റെ ഈ വരവിൽ തീർച്ചയായും പന്തികേടുണ്ട്. എത്രയോ ആഹ്ലാദ നിർഭരമായി ഗുരുക്കളെ സ്വീകരിക്കേണ്ട ഒരു മുഹൂർത്തത്തിൽ പിടിക്കപ്പെട്ട കുറ്റവാളിയെപ്പോലെ മുഖമുയർത്താൻ പോലും കഴിയാതെ, എല്ലാം ഞാൻ മറന്നു തുടങ്ങുകയായിരുന്നു. നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷേ നീ വിഷ്ണു ഉച്ചിവെച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യരുതായിരുന്നു. പിന്നെ കേട്ടത് ഒരു തേങ്ങലാണ്. ദൈവമേ, ഗുരുക്കൾ കരയുന്നു. ശിലാഹൃദയനെന്ന് പ്രസിദ്ധനായ ഗുരുക്കൾ ക്ഷോഭിക്കുകയോ തന്നെ പുലഭ്യം പറയുകയോ ചെയ്താൽ പോലും തനിക്കിത്രമാത്രം നൊമ്പരമുണ്ടാകുമായിരുന്നില്ല. പകരം ഗുരുക്കൾ കരയുന്നു. നീ എന്നോട് ചെയ്തതെല്ലാം അനീതിയായിപ്പോയി. ഇതിനു മാത്രം ഞാൻ നിന്നെ എന്ത് ദ്രോഹമാണ് ചെയ്തത്? അഭയം ആവശ്യമായ ഒരു കാലത്ത് ഞാനത് നിനക്ക് നൽകിയതാണോ എന്റെ തെറ്റ്? നീ എന്നോട് ക്രൂരത മാത്രമേ കാട്ടിയുള്ളൂ. ഒരിക്കൽ ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചത് തന്നെയായിരുന്നു. പകരം നീ എനിക്ക് നൽകിയ ദക്ഷിണ എന്റെ മനസ്സ് നിറയ്ക്കുകയും ചെയ്തു. എന്നിട്ടും വിഷ്ണു, നീ എന്റെ കോമളവല്ലിയെ. മുഖം പാതി ഉയർത്തി ഗുരുക്കളുടെ മുഖത്തേക്ക് നോക്കിയ വിഷ്ണുവിന്റെ നെഞ്ച് പിടഞ്ഞുപോയി. ആളിക്കത്താൻ പോകുന്നുവെന്ന് താൻ കരുതിയ കണ്ണുകളിൽ ആർദ്രതയാണിപ്പോൾ. വളർന്നു നീണ്ട താടിരോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീർ മുത്തായി ഉരുണ്ടു വീണുകൊണ്ടിരുന്നു. ഗുരുക്കളിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാവമാണിത്. അപരാധം വിങ്ങിയ മനസ്സിന്റെ വിറയാർന്ന കരങ്ങൾ വല്ലവിധേനയും കൂപ്പി വിഷ്ണു ഒടുവിൽ ശബ്ദിച്ചു. ഗുരുക്കളെ, മാപ്പ്. ഞാൻ അങ്ങയോട് ഒരേ ഒരു തെറ്റേ ചെയ്തുള്ളൂ. അത് താളിയോലകൾ തട്ടിയെടുത്തത് മാത്രമാണ്. മറ്റൊന്നും ഞാൻ അറിഞ്ഞതല്ല. കോമളവല്ലി എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ട എന്റെ സഹോദരിയുടെ സ്ഥാനത്താണ്. പക്ഷേ അവളും തെറ്റിദ്ധരിച്ചു. അതിന് ന്യായമായ കാരണവും അവൾക്കുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട സാഹചര്യത്തിൽ മാത്രമാണ് അവളെ കണ്ടത്.
ആണയിട്ട് ഞാൻ പറയുന്നു, അവൾക്ക് നേരെ തെറ്റിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ്. ആ ചതി ചെയ്തത് ആരാണെന്നും എനിക്കറിയാം. അയാൾക്കുള്ള ശിക്ഷ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ മടങ്ങിപ്പോന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അഭയം നൽകിയ തിരുമേനി, എൻ്റെ താളിയോല ഗ്രന്ഥങ്ങൾ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ആ ഗ്രന്ഥങ്ങൾ അത്രയും അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്ന നേരത്തെ മുഖാമുഖം കാണാവൂ എന്ന് ഞാൻ കരുതിയിരുന്നു. ആ ഗ്രന്ഥങ്ങൾ കൊണ്ടുള്ള തൻ്റെ ഉദ്ദേശം പകുതിയിലുമേറെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറച്ചേ ഉള്ളൂ. അതുകൂടി പൂർത്തിയാക്കി ഞാൻ നേരെ കളരിയിലേക്ക് വന്നേനെ. അവന്റെ വാക്കുകൾ കള്ളമാണെന്ന് വിശ്വസിക്കാൻ ഗുരുക്കൾക്ക് കഴിഞ്ഞില്ല. ഞാൻ വന്നത് നിന്നെ നേരിട്ട് കാണാൻ തന്നെയാണ്. ഒരിക്കലും നിന്നെ കാണാതിരിക്കണമെന്നായിരുന്നു എൻ്റെ എന്നത്തെയും ആഗ്രഹം. പക്ഷേ അത് പോരെന്ന് തോന്നി. ഒരിക്കലത്തെയെങ്കിലും ശിഷ്യനായിരുന്നു എന്ന സത്യം മനഃപൂർവ്വം മറന്ന് നിന്നെ ഒരു ശത്രുവായി കരുതാൻ പോവുകയാണെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്നോട് എതിർക്കാമെങ്കിൽ എതിർത്തോളാൻ പറയാൻ. ഒളിച്ചിരുന്ന് മത്സരിക്കാൻ മാത്രം ഭീരുവല്ല ഞാനെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വിഷ്ണുവിന്റെ മുഖത്ത് നോക്കാതെയാണ് ഗുരുക്കൾ അത്രയും പറഞ്ഞത്. അങ്ങയുടെ ഭാഗത്തു നിന്ന് ഞാനത് അർഹിക്കുന്നുണ്ട്. പക്ഷേ അത് കോമളവല്ലിയുടെ ദുരന്തവുമായി ബന്ധപ്പെടുത്തി ആയിരിക്കരുതെന്ന് മാത്രം. അവളെ മോഹവലയത്തിൽപ്പെടുത്തി ആൾമാറാട്ടം നടത്തിയത് ഞാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇലഞ്ഞിത്തറ പണിക്കരെ ഞാൻ മാന്ത്രിക ബന്ധനത്തിലാക്കിയിട്ടുണ്ട്. ഞാൻ കെട്ടിയതഴിക്കാൻ എനിക്കല്ലേ കഴിയൂ. അങ്ങേക്കും അത് നേരിട്ട് ബോധ്യപ്പെടാനേയുള്ളൂ. ഞാൻ ചെല്ലുവോളം അയാൾ അവിടെ തന്നെ ഉണ്ടാവും. നേരിൽ കണ്ടിട്ട് അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്തു വേണമെങ്കിലും ആയിക്കോളൂ. വിഷ്ണു മനസ്സ് തുറന്നാണ് പറഞ്ഞത്. അവന്റെ കണ്ണുകൾ കണ്ടപ്പോൾ അവനെ വലിച്ചു കീറാനുള്ള ദേഷ്യവുമായി എത്തിയ ഗുരുക്കളുടെ മനസ്സും തെല്ലെന്നയഞ്ഞു. നേരിട്ടൊരു വാക്ക് പറഞ്ഞിട്ട് അവനോട് പ്രതികാരം ചെയ്യണമെന്നുദ്ദേശിച്ച് തന്നെയാണ് ഇവിടേക്ക് പുറപ്പെട്ടത്. ശത്രുവിനെ നിർവീര്യമാക്കുന്ന ഒരടവ് കൂടിയാണിത്. പക്ഷേ ഇവിടെ ഇവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തനിക്ക് അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇന്നോളം എനിക്കാരും ശത്രുക്കളില്ലെന്ന് കരുതിയതാണ് ഞാൻ. കുറെ പോലീസുകാരും ആ മേനോനും എനിക്കെതിരെ ഒരു തെളിവിന് വേണ്ടി പരക്കം പായുന്നുണ്ട്. നിഴല് പോലെ എന്നെ പിന്തുടരുന്നുമുണ്ട്. അവിടൊന്നും പിടികൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങ് എന്നോട് എതിർത്താൽ പോലും അങ്ങയെ ഞാൻ എൻ്റെ ശത്രുവായി കരുതുകയുമില്ല. അങ്ങ് എനിക്ക് ശത്രുവേ അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അന്ന് ആ താളിയോലകൾ എടുക്കാൻ വേണ്ടി അങ്ങയെ എനിക്ക് കൊല്ലാമായിരുന്നു. ഞാനത് ചെയ്തില്ല. ചോദിച്ചാൽ ആ ഗ്രന്ഥങ്ങൾ കാണാൻ പോലും എന്നെ അനുവദിക്കുമായിരുന്നുമില്ല. പഠിപ്പിക്കുന്ന ലക്ഷണമൊന്നും കാണാനുമില്ലായിരുന്നു. ഒരനാഥന്റെ വേദന അങ്ങേക്കറിയാൻ കഴിയുമായിരുന്നു. എനിക്ക് ഈ ലോകത്ത് ഒരാളെ ശത്രുവായി ഉണ്ടായിരുന്നുള്ളൂ. അത് ശേഖരമേനോനാണ്. അയാളെയും കുടുംബത്തെയും ഉന്മൂലനാശം വരുത്താൻ ശപഥം ചെയ്താണ് ഞാൻ ജീവിച്ചത്. അത് ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ഗുരുക്കൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഇപ്പോൾ അവരല്ലാതെ വേറെ ഏതോ ശത്രുക്കളും എനിക്കുണ്ടായിട്ടുണ്ട്. അവരാണ് ഇവിടത്തെ തിരുമേനിയെ. ഇല്ലം നിറയെ ആളുകൾ എത്തിയിരിക്കുന്നു. തിരുമേനിയുടെ ജഡവുമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആംബുലൻസ് എത്തി. എന്തോ കൂടി പറയാൻ തുടങ്ങുകയായിരുന്ന ഗുരുക്കൾ അത് വേണ്ടെന്ന് വെച്ചതുപോലെ തിരുമേനിയുടെ ജഡത്തിനരികിലേക്ക് നീങ്ങി ഒരു നോക്ക് നോക്കി. പിന്നെ അദ്ദേഹം ആരെയും ശ്രദ്ധിക്കാതെ പുറത്തേക്കിറങ്ങി നടന്നു. തിരിച്ചു പോകും മുൻപ് ഒരാളെ കൂടി കാണാനുണ്ട്, ശേഖരമേനോനെ. ഇവിടെ ഈ നാട്ടിൽ എന്നെങ്കിലും താനെത്തുമെന്നും മേനോന്റെ വീട്ടിലും ചെല്ലാമെന്നും ഒരു വാക്കുള്ളതാണ്. ഗുരുക്കളുടെ ആ യാത്ര നോക്കി നിൽക്കെ വിഷ്ണുവിന്റെ ഇടനെഞ്ച് വിങ്ങി. പ്രതികാരം ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ. തകർന്ന ഒരു പിതൃഹൃദയത്തിന്റെ വ്യഥ മുഴുവനും ഉള്ളിലൊതുക്കിയ ഒരു വെറും സാധു മനുഷ്യൻ. ഇല്ലത്ത് മരണാനന്തര ചടങ്ങുകളിലേക്ക് ബന്ധുക്കൾ വ്യാപൃതരാകുന്നു. അർദ്ധരാത്രി വരെ എങ്ങോട്ടും മാറാതെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. 2 നാളായി അന്തിമഹാകാളൻ കാവിലെ രാത്രി പൂജ മുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി അത് പുനരാരംഭിക്കണം. എല്ലാം കൊണ്ടും ഒരന്തരാള ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് താനെന്ന് വിഷ്ണു വിഷാദിച്ചു. ഇതുപോലെ മനസ്സ് ചഞ്ചലപ്പെട്ട മറ്റൊരവസരവും തനിക്കുണ്ടായിട്ടില്ലെന്നും അവൻ ആലോചിച്ചു.
കുതിച്ചു കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രഥത്തിന്റെ അച്ചാണി പൊടുന്നനെ ഊരിപ്പോയതുപോലെ നടുക്കമുണ്ടാക്കുന്ന ഒരനിശ്ചിതാവസ്ഥ. ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. എല്ലാ മ്ലാനതകളിൽ നിന്നും പെട്ടെന്നുയരണം. നഷ്ടപ്പെടുത്താൻ തനിക്കിനി നിമിഷങ്ങളില്ല. വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണമല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുമ്പോഴും പുറമെ പ്രകടമായ പ്രസന്നതയോടെ പെരുമാറാൻ വിഷ്ണു തിടുക്കപ്പെട്ടു. CI രാജഗോപാലിന്റെ വാക്കുകൾക്ക് മുന്നിൽ ശേഖരമേനോൻ സ്തബ്ധനായി ഇരുന്നു. അദ്ദേഹത്തിന്റെ മിഴികൾ ഇടയ്ക്കിടെ അതിഥിയായി എത്തിയ ഗുരുക്കളുടെ മുഖത്തേക്ക് നീണ്ടു ചെല്ലുന്നുണ്ടായിരുന്നു. അരുന്ധതിയുടെ മരണത്തിന് പിന്നിൽ വിഷ്ണു ഇല്ലെന്ന് തന്നെയാണോ രാജൻ പറയുന്നത്? എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുൻപുണ്ടായിട്ടുള്ള പലതും അങ്ങനെയല്ലെന്ന് കരുതേണ്ടി വരുമല്ലോ. അതായത് തുടങ്ങിയിടത്തു നിന്ന് നമ്മൾ ഒട്ടും മുന്നോട്ട് പോയിട്ടില്ലെന്നർത്ഥം. അല്ലെങ്കിൽ ഒന്നും തുടങ്ങിയില്ലെന്ന് സാരം. ശേഖരമേനോൻ തലയിലെ കുറ്റിരോമങ്ങളിൽ വിരലോടിച്ചു. രാജഗോപാൽ മുഖം കുനിച്ചു. പിന്നെ മെല്ലെ മന്ത്രിച്ചു. ഇതിന് മുൻപുണ്ടായിട്ടുള്ളതിന്റെ തെളിവുകളൊന്നും വ്യക്തമല്ലല്ലോ സാർ. ഇന്നലത്തെ സംഭവത്തിന് വ്യക്തമായ തെളിവുകളുണ്ട് താനും. അത് തീർച്ചയായും വിഷ്ണുവിന് അനുകൂലമാണ്. അല്ലെങ്കിൽ അവനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഗുരുക്കൾ എന്തു പറയുന്നുവെന്നും നമുക്ക് കേൾക്കാമല്ലോ. രാജഗോപാൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ നിന്ന് തന്നെയൊന്ന് രക്ഷിക്കുക എന്ന മട്ടിൽ ഗുരുക്കളുടെ നേരെ നോക്കി. അദ്ദേഹം അപ്പോഴും ചിന്താഗ്രസ്തനായിരുന്നു. എങ്കിലും രാജഗോപാലിന്റെ ചോദ്യം ശ്രദ്ധയിൽപ്പെട്ടു. ഞാനും വല്ലാത്ത ഒരു കുരുക്കിലാണ് സ്നേഹിത. അവന് മേനോനോടുള്ള ഈർഷ പ്രത്യക്ഷത്തിൽ അറിയാവുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. ഇവിടെ സംഭവിച്ച ദുരന്തങ്ങൾക്ക് പിന്നിൽ വിഷ്ണു തന്നെയാണെന്ന് ഞാൻ ഒരിക്കൽ ഇദ്ദേഹത്തോട് പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ മറ്റാരോ കൂടി ഇടപെട്ടിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം വിഷ്ണുവിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. മേനോനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് മാന്ത്രിക ഗ്രന്ഥങ്ങൾ മോഷ്ടിച്ചതെന്നവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ഗ്രന്ഥങ്ങൾ അവന്റെ പക്കൽ നിന്ന് വേറെ ആരോ തട്ടിയെടുത്തു കഴിഞ്ഞു. എനിക്കവനെ ഒട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ സംഭവം കൊണ്ട് വിശ്വസിക്കാതിരിക്കാനും നിവർത്തിയില്ല. ഊട്ടിയിൽ വെച്ച് മേനോന്റെ കൊച്ചുമകൾ മരിച്ച വിവരം അവൻ അറിഞ്ഞതായി പോലും തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ അവനോട് പകരം ചോദിക്കാൻ തന്നെയാണ് ഞാനീ നാട്ടിലേക്ക് വണ്ടി കയറിയത്. അവനെ നേരിട്ട് കണ്ടപ്പോൾ അതിനി എനിക്ക് കഴിയുമെന്ന് തോന്നുന്നുമില്ല. എവിടെയോ കുരുക്കുണ്ടെന്ന് തീർച്ച. ഗുരുക്കളുടെ മറുപടിയിൽ ശേഖരമേനോനൊട്ടും താല്പര്യം തോന്നിയില്ല. ആ അതൃപ്തി അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു. ഇവിടെ നഷ്ടങ്ങൾ എനിക്ക് മാത്രമാണല്ലോ ഗുരുക്കളെ. ഇനിയൊരു പോലീസിന്റെയും സഹായം തേടാതെ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. വയസ്സായെന്ന് കരുതി വിശ്രമിക്കാനല്ല യോഗമെന്നങ്ങ് വിചാരിച്ചാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അവനെ കയ്യോടെ പിടിച്ചുകൊണ്ടുപോയി ആ ക്ലബിൽ വെച്ച് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ അറിയേണ്ടത് മണിമണിയായി പുറത്തു വരും. അതിന് നമ്മുടെ സർക്കിളേമാന് വൈമനസ്യം വേണ്ട. റിട്ടയർഡ് ആയാലും എനിക്ക് പോലീസ് മുറ അറിയാമെന്ന കാര്യം രാജൻ മറന്നു. ഒരിക്കലും പതിവില്ലാത്ത തരത്തിൽ ഒരു കുറ്റപ്പെടുത്തലാണ് മേനോന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാജഗോപാലിനത് ക്ഷീണമായി. അങ്ങയുടെ പരാതി ഇന്ന് തന്നെ ഞാൻ തീർക്കുന്നുണ്ട്, പോരെ? മേനോൻ സാറിന്റെ മുന്നിലേക്ക് അവനെ ഞാൻ എറിഞ്ഞു തരാം. രാജഗോപാൽ ഉറപ്പു കൊടുത്തു. അയാൾ അവിടെ നിന്നിറങ്ങുമ്പോൾ സമയം 12 മണി കഴിഞ്ഞിരുന്നു. ഇലഞ്ഞിത്തറ പണിക്കർ ഉറക്കെ ചിരിച്ചു. ഇതിലും രസകരമായ മറ്റൊരു തമാശ ജീവിതത്തിൽ എന്നോളം കേട്ടിട്ടില്ലെന്ന മട്ടിലായിരുന്നു അയാൾ. മുന്നിലിരുന്ന വിശ്വംഭരൻ ഒന്ന് വിളറിയില്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവന്റെ തുറിച്ച കണ്ണുകൾ പണിക്കരുടെ മുഖത്തേക്ക് തന്നെ തറഞ്ഞു നിന്നു. അവന് ഒട്ടും ചിരിക്കാൻ തോന്നുന്നില്ല. പണിക്കരുടെ പ്രകടനം അസഹ്യമായി തോന്നുകയും ചെയ്യുന്നു. പക്ഷേ അതിന്റെ കാരണമാണ് മനസ്സിലാകാത്തത്. നീ എന്തായി പറയുന്നത് വിശ്വംഭര? കേൾക്കാൻ ബഹുസുഖം. താളിയോലകൾ തിരിച്ചു വേണമെന്നോ? അതിന് നീ വല്ലതും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? പിന്നെയും ചിരിക്കുകയാണ് പണിക്കർ. വിശ്വംഭരന്റെ ഉള്ളു കിടുങ്ങി. പണിക്കർ തന്നെ പരീക്ഷിക്കുകയാണോ അതോ കൊച്ചാക്കുകയോ? ഞാൻ കാര്യമായാണ് പറഞ്ഞത്. ഞാൻ ഏൽപ്പിച്ച ഗ്രന്ഥങ്ങൾ എനിക്ക് തിരിച്ചു വേണം. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകാൻ മാത്രമാണിപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നത്. ആവുന്നത്ര സംയമനമായിരുന്നു അവന്റെ വാക്കുകൾക്ക്.
ഏത് ഗ്രന്ഥങ്ങൾ? അത് നിന്റേതാണെന്ന് ആര് പറഞ്ഞു? ഗുരുക്കളുടേതല്ലേ അത്? ഗുരുക്കൾ പറഞ്ഞിട്ടാണ് വിഷ്ണുവിന്റെ പക്കൽ നിന്നത് നിന്നെ കൊണ്ട് എടുപ്പിച്ചത് തന്നെ. അവ എത്തേണ്ടിടത്ത് ഭദ്രമായി എത്തിക്കഴിഞ്ഞു. നീ ഗുരുക്കളുടെ പുന്നാര ശിഷ്യനല്ലേ? ചെന്ന് ചോദിക്ക്. ഞാനൊരു മധ്യവർത്തിയായി പ്രവർത്തിച്ചു വന്നേ ഉള്ളൂ. പണിക്കർ അപ്പോഴും മുളചീന്തും മട്ടിൽ ചിരിച്ചു. വിശ്വംഭരന്റെ മനസ്സിലേക്ക് ഒരു കുന്നു തീയാണ് വന്ന് വീണത്. ചതി, ഭയങ്കര ചതി. എന്തെല്ലാം ഒരുമിച്ച് തീരുമാനിച്ചിട്ടാണ് താൻ ഗ്രന്ഥത്തിന് വേണ്ടി പുറപ്പെട്ടത് തന്നെ. അവിടെ നിന്ന് ഊട്ടിയിലേക്ക്. ആ ധൃതിയിൽ ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്തു. അല്പപ്രാണിയായ ഒരു തിരുമേനിയെ കൊല്ലേണ്ടിയും വന്നു. ഇല്ലത്തെ മറ്റംഗങ്ങൾക്ക് നേരെ മയക്കുപൊടി എറിയേണ്ടി വന്നു. എല്ലാം ആ ഗ്രന്ഥങ്ങൾ നാളെ തനിക്ക് സ്വന്തമാകുമല്ലോ എന്ന് കരുതി മാത്രമാണ്. പക്ഷേ പണിക്കർ നികൃഷ്ടമായി തന്നെ ചതിച്ചിരിക്കുന്നു. മിഴിച്ചിരിക്കുന്ന വിശ്വംഭരന്റെ നേരെ നോക്കുംതോറും പണിക്കർക്ക് ചിരി പൊട്ടുകയാണ്. ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകാൻ വന്നിരിക്കയാണ് പോലും. കൊണ്ടുപോയത് തന്നെ. എടാ കൊച്ചനെ, നീ ചെല്ല്. ഗുരുക്കൾ ആവശ്യത്തിനും അതിലേറെയും മന്ത്രങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ജീവനോപാധിക്ക് അത് ധാരാളം. നിലത്ത് കാലുറയ്ക്കും മുൻപേ ആകാശത്തോളം ഉയരാമെന്ന് മോഹിക്കാതിരിക്കെ. നീ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾ തൽക്കാലം എനിക്കുതകും. നീയൊരു നല്ല കാര്യം ചെയ്തതുകൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത് തന്നെ. വേഗം പൊയ്ക്കോ. എന്നെ മിഴിച്ചു കാട്ടി പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പണിക്കർ ലാഘവത്തോടെയാണ് പറയുന്നത്. അയാളുടെ ഭാവം പെട്ടെന്ന് മാറുമെന്നും വിശ്വംഭരൻ അറിയാം. എന്ത് നീചകൃത്യം ചെയ്യാനും മടിയില്ലാത്ത പണിക്കരെ താൻ വിശ്വസിച്ചതാണ് തെറ്റ്. വിഷ്ണുവിനെ ചതിച്ചതിന് തനിക്ക് ലഭിച്ച പ്രതിഫലം. ഇടയിൽ നിന്ന പണിക്കരാണിപ്പോൾ മാന്യൻ. വിഷ്ണു കഥയറിയും. അവന്റെ നോട്ടത്തിൽ താനായിരിക്കും ശത്രു. തന്നെ തേടി ഏത് നിമിഷവും അവനെത്താതിരിക്കില്ല. തന്നെ രക്ഷിക്കാൻ ഇതാ ഈ ശകുനി പണിക്കരും തയ്യാറാവില്ല. ഒന്നും വേണ്ടിയിരുന്നില്ല, ഒന്നും. പണിക്കരുടെ വാക്കുകൾ വിശ്വസിച്ചതാണ് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇയാളെ പിണക്കിയിട്ട് ഇയാളുടെ കയ്യിൽ നിന്നൊന്നും ലഭിക്കാൻ പോണില്ല. നയം സ്വീകരിച്ചാലോ? പക്ഷേ പണിക്കരെ വിശ്വംഭരനൊട്ടും അറിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം. അഥവാ അങ്ങ് ആ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നതിലും എനിക്ക് വിരോധമൊന്നുമില്ല. ഒരു 7 ദിവസത്തേക്ക് തന്നാൽ മതി. അല്ലെങ്കിൽ ആ ദിവസങ്ങൾ ഇവിടെ വന്ന് പരിശോധിക്കാൻ അനുവദിച്ചാലും മതി. വിഷ്ണു പഠിച്ച മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ മാത്രമാണത്. അവനെന്നെ വേട്ടയാടുമെന്നുറപ്പാണ്. അപ്പോൾ പ്രതിരോധത്തിന് അവലംബിക്കേണ്ട മാർഗങ്ങൾ നേരത്തെ കണ്ടുവെക്കാനാണ്. ഇത്തവണ പണിക്കർ ചിരി നിർത്തി. ആ മുഖം ഗൗരവം കൊണ്ട് കുത്തിവീർത്തു. കണ്ണുകൾ കുറുകി. ഒടിയന്റെ അടുത്താണ് മായം അല്ലേ? നീ ഇവിടെ നിന്ന് എണീറ്റേ. എണീക്കാൻ. ആ ശബ്ദം പണിക്കരുടേതായിരുന്നില്ലെന്ന് വിശ്വംഭരന് തോന്നി. അറിയാതെ അവൻ എണീറ്റ് പോയി. ഇനി പുറത്തേക്ക് വേഗം നടന്നോ. ഇനി ഒരു നിമിഷം കൂടി ഇവിടെ നീ നിന്നാൽ നിന്നെ ഇറക്കി വിടുന്നത് ഞാനായിരിക്കില്ല. ഇലഞ്ഞിത്തറ പണിക്കരെ ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. കടക്ക് പുറത്ത്. അത്തരമൊരു പെരുമാറ്റം വിശ്വംഭരൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പറയുന്നതിലുമേറെ ചെയ്യുന്ന പണിക്കരെ ഒന്നു നോക്കി. പിന്നെ സാവകാശം അവൻ പുറത്തേക്കിറങ്ങി. തന്റെ ശരീരത്തിലെ ഓരോ അണുവും അപമാനഭാരം കൊണ്ട് വിജൃംഭിക്കുന്നത് അവൻ അറിഞ്ഞു. മുഖത്തടിയേറ്റതുപോലെയായി. പണിക്കർ ഒരിക്കലും തന്നെ ഇങ്ങനെ നിന്ദിക്കരുതായിരുന്നു. തന്നെ അയാൾക്ക് ആവശ്യമേ ആയിരുന്നില്ല. വെറുമൊരു ഉപകരണം മാത്രമാക്കാനാണ് അയാൾ ഉദ്ദേശിച്ചത്. ഇനി എന്തു ചെയ്യും ദൈവമേ? ഇക്കഥയറിയുന്ന ഗുരുക്കളുടെ മനോഭാവം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള അവസരവും താൻ നഷ്ടപ്പെടുത്തി. ആ ഗ്രന്ഥങ്ങൾ വീണ്ടെടുത്ത് ഗുരുക്കളുടെ മുൻപിൽ ഏൽപ്പിക്കാമായിരുന്നു. തന്നെക്കുറിച്ചുള്ള മതിപ്പ് ഒന്നുകൂടി വളരാനേ അതുകൊണ്ട് ഫലമുണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ അത്തരമൊരു അവസരവും താൻ നഷ്ടപ്പെടുത്തി. താൻ കളഞ്ഞത് തന്റെ ഭാവി തന്നെയാണെന്ന് വിശ്വംഭരൻ വീർപ്പുമുട്ടലോടെ അറിഞ്ഞു. തലയ്ക്കുള്ളിൽ 1000 കടന്നലുകൾ ഇരമ്പിയാർക്കുന്നു. അങ്ങനെ മാനം കെട്ടങ്ങ് പോകാനാണോ തന്റെ വിധി? തോറ്റു എന്നത് ശരി തന്നെ. പക്ഷേ ഒന്നും മിണ്ടാതെ പോകുന്നത് തന്റെ ബലഹീനതയായി എണ്ണപ്പെടും. അത്രയും താഴാൻ മാത്രം താനയാളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. രോഷം ഒരു കടലായി ഇരമ്പി. പൊടുന്നനെ വിശ്വംഭരൻ തിരിഞ്ഞു നിന്നു. എടോ കള്ളൻ പണിക്കരെ, താൻ പാമ്പിനെയാണ് നോവിച്ചു വിട്ടതെന്ന് അധികം വൈകാതെ അറിയും. തന്നെ ഞാനതറിയിക്കും. ഇപ്പോൾ തനിക്കെന്നെ ചതിക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് എന്നേക്കുമായിരിക്കുമെന്ന് താൻ കരുതേണ്ട. തന്നോട് ഞാനിതിന് എണ്ണി എണ്ണി പകരം ചോദിക്കും. പണിക്കർ അത് കേട്ടെങ്കിലും കേട്ടതായി ഭാവിച്ചില്ല. ഇരുന്നിടത്തു നിന്ന് മെല്ലെ എണീറ്റു. പടിക്കൽ നിന്ന് വിറയ്ക്കുന്ന വിശ്വംഭരനെ നോക്കി ഒരു ചെറിയ ചിരി ചിരിച്ചു.
അടുത്ത ക്ഷണം അയാൾ തിരിഞ്ഞു നടന്നു. എന്തോ മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടായിരുന്നു പിന്തിരിഞ്ഞതെന്ന കഥ വിശ്വംഭരൻ അറിഞ്ഞില്ല. വീണ്ടും എന്തൊക്കെയോ കൂടി വിളിച്ചു പറയാൻ തുടങ്ങുകയായിരുന്ന വിശ്വംഭരന്റെ മുഖമടച്ച് ഒരു അജ്ഞാത കരത്തിന്റെ അടി വീണത് പെട്ടെന്നായിരുന്നു. ആ ആഘാതത്തിൽ അവൻ പടിക്കെട്ടുകൾക്ക് താഴേക്ക് തെറിച്ചു വീണു. ശരീരത്തിന്റെ എവിടെയെല്ലാമോ പൊട്ടിയിരിക്കുന്നു. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര ഒലിക്കുന്നു. മുഖത്തെ രക്തം വിറകൈ ഉയർത്തി തുടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ ഭീകരമായ അട്ടഹാസം കേട്ടു. ആളെ അറിയാതെ വല്ലതുമൊക്കെ വിളിച്ചു കൂവാതടാ നായേ, നിനക്ക് വീട് തെറ്റി. തെക്കോട്ട് 2 നാഴിക പോയാൽ നിന്റെ വീടല്ലേ. അതിന്റെ പടിക്കൽ ചെന്ന് നിന്ന് നിലവിളിക്ക്. ചിലപ്പോ നിന്റെ ചത്തുപോയ അച്ഛൻ രക്ഷിക്കാൻ വന്നേക്കും. പടിവാതിൽ വലിച്ചടച്ച് പണിക്കർ തിരിച്ചു നടന്നു. കയ്യിൽ പറ്റിയ ചോരയിലേക്കും പണിക്കരുടെ നേരെയും മാറി മാറി നോക്കി നിൽക്കെ വിശ്വംഭരന്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. ചെയ്യരുതാത്തത് ചെയ്തതിന് പ്രതീക്ഷിക്കാത്ത പ്രതിഫലം കിട്ടി. ഇതിന് പകരം ചോദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ വിശ്വംഭരനല്ല. ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മറ്റാരുടെ കയ്യിൽ ആ ഗ്രന്ഥങ്ങൾ പെട്ടാലും കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ പണിക്കരുടെ കയ്യിൽ അയാളത് പഠിക്കും മുൻപേ എന്തെങ്കിലും ചെയ്യുക തന്നെ വേണം. അത് വിശ്വംഭരന്റെ ശപഥം തന്നെയായിരുന്നു. പ്രാഞ്ചി ആ വീട്ടുപടിക്കൽ നിന്നകലുന്ന വിശ്വംഭരനെ ഇലഞ്ഞിത്തറ പണിക്കർ തിരിഞ്ഞു നോക്കിയതേയില്ല. ഇല്ലത്തുനിന്ന് അവസാനത്തെ ആളം പിരിയുമ്പോൾ സമയം 12 കഴിഞ്ഞിരുന്നു. വിഷ്ണു തന്റെ മുറിയിൽ കയറുന്നതും മുൻവാതിൽ ചേർത്തടയ്ക്കുന്നതും പിരിയും മുമ്പേ പലരും കണ്ടതാണ്. പക്ഷേ ഒരിക്കൽ കൂടി ആ മുറ്റത്തേക്ക് പോലീസ് ജീപ്പ് വരികയും സർക്കിൾ ഇൻസ്പെക്ടർ രാജഗോപാൽ ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങുകയും ചെയ്തപ്പോൾ പടികടന്ന് പോയവരിൽ ചിലർ തിരിച്ചു വരിക തന്നെ ചെയ്തു. വിഷ്ണു ഇവിടെ തന്നെ ഇല്ലേ? ആരോടൊന്നില്ലാതെയാണ് രാജഗോപാൽ ചോദിച്ചത്. ശബ്ദത്തിന്റെ ഉള്ളിലെ പിരിമുറുക്കം അറിയാതിരിക്കാൻ രാജഗോപാൽ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. ഇതുപോലെ അപമാനകരമായ ഒരനുഭവം ഇന്നോളം ഉണ്ടായിട്ടില്ല. താനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശേഖരമേനോൻ വിരൽ ചൂണ്ടിയത് തന്റെ കഴിവുകേടിന് നേരെയാണ്. ഇന്നോളം അതൃപ്തികരമായ ഒരു വാക്ക് പോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ തനിക്ക് കഴിഞ്ഞിട്ടുമില്ല. ഒരു കേസെങ്കിലും അഭിമാനകരമായി പൂർത്തിയാക്കി മേനോൻ സാറിൽ നിന്ന് തൃപ്തിയുടെ ഒരു പുഞ്ചിരിയെങ്കിലും പ്രതിഫലമായി വാങ്ങാൻ കഴിയുമെന്ന് കരുതിയിരുന്നു. അത് പക്ഷേ വെറും സ്വപ്നമായി പരിണമിക്കുകയാണ്. ഇത്തവണ ഏതായാലും താൻ തോൽക്കാൻ പോകുന്നില്ല. മനസാക്ഷിക്കുത്തുണ്ടായാലും വേണ്ടില്ല. വിഷ്ണുവിനെ പിടിച്ചു കെട്ടി ആ തിരുമുമ്പിൽ ഇട്ടുകൊടുത്താലേ തനിക്കിനി സ്വസ്ഥതയുള്ളൂ. മേനോൻ സാറ് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. വിഷ്ണുവിന്റെ മുറി ഏതാണ്? വിഷ്ണുവിന്റെ മുറി ഏതാണ്? രാജഗോപാൽ വീണ്ടും ചോദിച്ചു. ആരോ ചൂണ്ടിക്കാണിച്ച മുറിക്ക് നേരെ ബൂട്ട്സുകളുടെ ശബ്ദം ചലിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോഴും താൻ ചെയ്യുന്നത് ശരിയാണെന്ന ചിന്ത രാജഗോപാലിനുണ്ടായിരുന്നില്ല. വിഷ്ണു തീർച്ചയായും നിരപരാധിയാണെന്ന വിശ്വാസം ഏതായാലും തനിക്കില്ല. പക്ഷേ അവനാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന് ഉറപ്പിക്കാനും കഴിയില്ലല്ലോ. തന്റെ കൺമുന്നിലുണ്ടായ തെളിവ് തീർച്ചയായും വിഷ്ണുവിന് അനുകൂലമാണ് താനും. ഏതായാലും ഇനി അതേക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനില്ല. വിഷ്ണുവിനെ മേനോൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞ് തനിക്കൊഴിയാം. ഈ കേസിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയാം. സ്ഥലം മാറ്റം വാങ്ങി മറ്റേതെങ്കിലും ദിക്കിലേക്ക് പോകാം. വലതു കൈ ഉയർത്തി രാജഗോപാൽ വാതിലിൽ മുട്ടി. ഇല്ല, അകത്തുനിന്ന് ശബ്ദമൊന്നുമില്ല. ആളനക്കമുള്ള ലക്ഷണവുമില്ല. വിഷ്ണു, കതക് തുറക്ക്, സൗമ്യതയോടാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ടുമില്ല മറുപടി. വിഷ്ണു, വാതിൽ തുറക്കുന്നതാണ് നമുക്കിരിക്കൂട്ടർക്കും നന്ന്. അല്ലെങ്കിൽ എനിക്കിത് തുറക്കാൻ അറിയാം. പറഞ്ഞു തീർന്നതും വലതുകാൽ ഉയർന്നു താണതും ഒരുമിച്ച് വാതിൽ വലിയ ശബ്ദത്തോടെ അകത്തേക്ക് പൊളിഞ്ഞു വീണു. മുറിയിലേക്ക് ചാടിക്കയറിയ സർക്കിൾ പകച്ചു നിന്നു. മുറിയിൽ വിഷ്ണു ഇല്ല. തുറന്നു കിടന്ന മറ്റൊരു വാതിലിന് മുന്നിൽ വിഷ്ണുവും പകച്ചു നിൽക്കുകയായിരുന്നു. കാവിൽ ശ്രീകോവിലിന് മുന്നിൽ. ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ ഉള്ളിൽ കയറാൻ വേണ്ടിയാണ് വിഷ്ണു ആ അർദ്ധരാത്രിക്ക് അന്തിമഹാകാളൻ കാവിലേക്ക് ചെന്നത്. ഇനിയും പൂജ മുടങ്ങാൻ ഇടവരരുത്. മാന്ത്രിക ഗ്രന്ഥങ്ങൾ കൈവിട്ടു പോയപ്പോൾ മുതൽ തനിക്കുണ്ടായിരുന്ന കഴിവുകൾ കൈമോശം വന്നതുപോലെ ഒരു തോന്നൽ, അകാരണമായ ഒരു ഭീതി, കാര്യമറിയില്ലാത്ത എന്തോ ഒരപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. ആരോ, അജ്ഞാതനായ ആരോ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നനുഭവപ്പെടുന്നു.
തന്റെ ചലനങ്ങൾ പോലും ആരുടെയോ കണ്ണുകൾ പിന്തുടരുന്നുവോ? എല്ലാം കണ്ണൂരിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ മുതലാണ്. കോമളവല്ലിയെ രക്ഷിക്കാനാണ് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നത്. എന്നിട്ടതിന് കഴിഞ്ഞു. തെറ്റിദ്ധാരണ ഏറ്റുവാങ്ങി മടങ്ങി പോരേണ്ടിയും വന്നു. തന്റെ കഴിവുകൾക്ക് മങ്ങലേൽക്കുക എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പ്രബലരാവുക എന്നാണ് അർത്ഥം. മേനോന്റെ കുടുംബത്തിനു മേലെ താൻ ഉയർത്തിയിരിക്കുന്ന വസുന്ധരാ യോഗത്തിന്റെ ഉപരോധം തകർന്നാൽ എല്ലാം തീർന്നു. ഗുരുക്കൾ പറഞ്ഞ് അതേക്കുറിച്ച് ശേഖരമേനോൻ അറിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തം. ഇല്ലത്തുനിന്ന് ഗുരുക്കൾ മടങ്ങിയത് അവിടേക്കാണല്ലോ. തന്നെ കൊത്തി നുറുക്കാനുള്ള വാശിയോടെയാണ് ഗുരുക്കൾ എത്തിയത്. മടങ്ങുമ്പോൾ ആ മനോഭാവം എന്തായിരുന്നുവെന്ന് വ്യക്തമായില്ല. തന്റെ ബലഹീനമായ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം ഒരു ഏറ്റുമുട്ടലിനൊരുങ്ങിയാൽ അത് ചെറുക്കാനുള്ള കെൽപ്പ് തനിക്കുണ്ടാവില്ലെന്ന് തീർച്ചയാണ്. ഒരിക്കലും എത്തരുതാത്തിടത്ത് ആ ഗ്രന്ഥങ്ങൾ എത്തിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ അശക്തനാണ്. അങ്ങനെ തന്നെയായിരിക്കണം സംഭവിച്ചത്. വിഷ്ണുവിന്റെ ഹൃദയം അതിദ്രുതമിടിച്ചു. ഈ രാത്രിയിലെ പൂജ കൊണ്ട് പുതിയൊരു കെൽപ്പുണ്ടാകുമെന്ന് വിശ്വസിച്ചാണ് അർദ്ധരാത്രിയാകാൻ കാത്തിരുന്നത്. പക്ഷേ ഓടിയണച്ച് ഇവിടെ എത്തിയപ്പോൾ വിഷ്ണുവിന്റെ സപ്തനാടികളും തളർന്നു. അന്തിമഹാകാളൻ കാവിന്റെ ശ്രീകോവിൽ തുറന്നു കിടക്കുന്നു. ആരൊക്കെയോ ക്ഷേത്രത്തിന് മുന്നിൽ കൂടി നിൽക്കുന്നു. ക്ഷേത്രത്തിന്റെ പിന്നിലാണ് എത്തിയതെങ്കിലും അവനെ ആരോ കണ്ടു. തിരുമേനി എത്തിയല്ലോ, വിവരമറിഞ്ഞ് വന്നതാവും അല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരാൾ വിഷ്ണുവിന്റെ സമീപത്തേക്ക് ചെന്നു. എന്തേ എന്തേ എല്ലാവരും ഇവിടെ ഈ നേരത്ത്? തെല്ലു പരിഭ്രമത്തോടെയാണ് അവൻ ചോദിച്ചത്. പിന്നെ തിരുമേനി ഇപ്പോൾ ഇവിടേക്ക് വന്നതോ? വിഷ്ണുവിന്റെ നെഞ്ചൊന്ന് പിടച്ചു. നാട്ടുകാരും സംശയത്തോടെയാണോ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത്? പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് ഒരു ഉൾപ്രേരണ തോന്നി. കുറുക്കുവഴിയെ ഇറങ്ങിപ്പോരുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണുണ്ടായതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ശ്രീകോവിലിൽ ആരോ കയറി വിഗ്രഹം ഇളക്കിക്കൊണ്ടുപോയി. പൂജാ സാമഗ്രികൾ തല്ലി തകർത്തു. ആ വാർത്തയ്ക്ക് മുന്നിൽ ഇടിയാച്ചേറ്റതുപോലെ നിന്നുപോയി വിഷ്ണു. അടുത്ത ക്ഷണം അവൻ ശ്രീകോവിലിന് നേരെ കുതിച്ചു. ഇരുവാതിലുകളും തുറന്നു കിടക്കുകയാണ്. ഭ്രാന്തമായ ഒരു ആവേശത്തോടെ അകത്തേക്ക് കയറിയ വിഷ്ണു പൊട്ടിക്കലഞ്ഞു പോവുക തന്നെ ചെയ്തു. പ്രധാന വിഗ്രഹം തല്ലി തകർക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മഹാമായേ! പുറത്തു നിൽക്കുന്നവർക്കും കേൾക്കാൻ കഴിയുന്ന ഒരു നിലവിളിയായിരുന്നു അത്. ആരായാലും ഇത് മോഷണത്തിന് വേണ്ടി കയറിയതല്ല. തന്റെ ശത്രുക്കൾ തന്നെയാവാം ഇതിന് പിന്നിലും. അറിയാതെ ഒരു നിമിഷം വിഷ്ണു ഓർത്തുപോയത് അച്ഛനെ തന്നെയായിരുന്നു. ഒരു വിഗ്രഹമോഷണ കുറ്റം ചുമത്തിയാണ് അച്ഛനെ മേനോൻ. ഉടഞ്ഞു കിടക്കണ ശംഖിന്റെ കഷണങ്ങൾ പെറുക്കിയെടുക്കുമ്പോൾ വിഷ്ണുവിന്റെ കൈകൾ വിറകൊണ്ടിരുന്നു. ഓടിക്കൂടിയ ഭക്തജനങ്ങൾ ശ്രീകോവിലിന് മുന്നിൽ നിന്നു. എന്തൊക്കെ നഷ്ടപ്പെട്ടു തിരുമേനി! എന്തൊക്കെ നഷ്ടപ്പെട്ടാലും മൂലവിഗ്രഹം നഷ്ടപ്പെടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ അതും തകർക്കപ്പെട്ടിരിക്കുന്നു. വിഗ്രഹമില്ലാതെ മറ്റെന്തൊക്കെ ഉണ്ടായിട്ടെന്താ? വിഷ്ണുവിന്റെ കണ്ഠം ഇടറിയിരുന്നു. അർദ്ധരാത്രിയായിരുന്നിട്ടും അറിഞ്ഞും കേട്ടും ആളുകൾ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്തോ ചോദിക്കാൻ മുഖമുയർത്തിയ വിഷ്ണുവിന്റെ കണ്ണുകൾ പെട്ടെന്ന് കുറുകി. ഏതോ ഒരു വാഹനം പാടത്തിന് നടുവിലെ പഞ്ചായത്ത് പാതയിലൂടെ പാഞ്ഞു വരുന്നു. പോലീസ് ജീപ്പ് ക്ഷേത്രമതിലിന് പുറത്തിട്ട് സർക്കിൾ രാജഗോപാൽ കാവിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. പിന്നെ ഷൂസുകൾ ഊരിമാറ്റി ശ്രീകോവിലിന് മുന്നിലേക്കും. രാജഗോപാലിന്റെ കണ്ണുകൾ വിഷ്ണുവിൽ തന്നെ ലക്ഷ്യമിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അസമയത്തുള്ള ആ വരവിൽ വിഷ്ണുവും പന്തികേടറിഞ്ഞു. അവന്റെ വിരലുകൾക്കിടയിലൂടെ പൊട്ടിയ ശംഖിന്റെ ഒരു ചീള് താഴെ കൂർന്നു. വിഷ്ണു, ഒന്ന് പുറത്തേക്ക് വരൂ. സൗമ്യമായ ശബ്ദത്തിലാണ് രാജഗോപാൽ വിളിച്ചത്. വിഷ്ണു അതനുസരിച്ചു. വിഷ്ണുവിനെ നയിച്ച് രാജഗോപാൽ ജീപ്പിനരികിലേക്കാണ് ചെന്നത്. അവർ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നാരും അറിഞ്ഞില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ജീപ്പ് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ സർക്കിളിനോടൊപ്പം വിഷ്ണുവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ ദുരന്തത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും അദ്ദേഹം തിരുമേനിയെ കൊണ്ടുപോയതെന്ന് എല്ലാവരും കരുതി. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ലെന്ന് പിറ്റേ പുലർച്ചയ്ക്ക് തന്നെ പുറം ലോകം അറിഞ്ഞു. ആ അറിവ് അവരെ നടുക്കം കൊള്ളിക്കുക തന്നെ ചെയ്തു. ഗ്രന്ഥത്തിന്റെ പട്ടുനൂൽ കെട്ടഴിക്കുമ്പോൾ ഇലഞ്ഞിത്തറ പണിക്കരുടെ മുഖത്ത് ഒരു വിജഗിഷുവിന്റെ പുഞ്ചിരി. ഈ ലോകം വെട്ടിപ്പിടിക്കാൻ തന്നെ പ്രാപ്തനാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ വീടിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ ചുണ്ടത്ത് വീണ്ടും ഒരു പുഞ്ചിരി.
ഇനിയത് പണിയാൻ അധികം വൈകില്ല. എല്ലാം തന്റെ വരുതിക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോരോ മനോവിചാരങ്ങളുമായി ഉമ്മറത്തേക്ക് വന്ന പണിക്കർ അവിടെ തന്നെ കാത്തിരിക്കുന്ന അതിഥിയെ കണ്ട് അറിയാതൊന്ന് നടുങ്ങി. ഗുരുക്കൾ മകളുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വന്നതായിരിക്കുമോ അദ്ദേഹം? കാട്ടുവള്ളികൾ കൊണ്ട് ആ ദ്രോഹി തന്നെ കെട്ടിവരിഞ്ഞ് കെട്ടിത്തൂക്കിയ കഥ ഗുരുക്കളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടാവുമോ? മുഖത്തെ ഭാവവ്യത്യാസം പ്രകടമാകാതിരിക്കാൻ പണിക്കർ നന്നേ പാടുപെട്ടു. അതോ വിഷ്ണുവിന്റെ ഗ്രന്ഥങ്ങൾ തന്റെ കയ്യിലെത്തിപ്പെട്ടിട്ടുണ്ടെന്നറിഞ്ഞ് അത് ചോദിക്കാൻ വന്നതോ? അങ്ങനെയെങ്കിൽ അത് താൻ കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ട്. വരട്ടെ, ആദ്യം ഗുരുക്കളുടെ ഉദ്ദേശം എന്തെന്നറിയട്ടെ. ബാലകൃഷ്ണന്റെ ദുരന്തത്തിന് ശേഷം ഗുരുക്കൾ ഇവിടേക്ക് വരുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക തോന്നുന്നതും. ഗുരുക്കൾ തികച്ചും സ്വാഭാവികമായ രീതിയിൽ പണിക്കരെ കണ്ട് എണീറ്റു. ആ മുഖത്ത് ഗൗരവഭാവം എന്തെങ്കിലും ഉണ്ടോ എന്ന് പണിക്കർ ശ്രദ്ധിച്ചു. ഇല്ല, ഒന്നുമില്ല. എന്താണാവോ പതിവില്ലാതെ ഇതിലെ? പണിക്കർ ബഹുമാനത്തോടെയാണ് ചോദിച്ചത്. പതിവില്ലാത്തത് മാത്രമല്ലേ പണിക്കരെ സംഭവിക്കുന്നതെല്ലാം. ഗുരുക്കൾ ചിരിച്ചു. ആ മറുപടിയിലും പന്തികേടുണ്ട്. അപ്പോഴും ഉള്ളിലെ ആന്തൽ പുറത്തണയാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. എന്റെ ഒരു സാധനം എനിക്ക് തരാൻ വേണ്ടി വിശ്വംഭരൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് താങ്കളോട് അങ്ങോട്ട് വരാൻ പറയുന്നതിൽ പന്തികേട് തോന്നി. പിന്നെ കണ്ടിട്ടും ഒരുപാടായല്ലോ. ഇതിലേ വന്ന് അതും വാങ്ങി മടങ്ങാമെന്ന് നനച്ചു. ഗുരുക്കൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിലാണ് പറയുന്നത്. പക്ഷേ പണിക്കരുടെ നെഞ്ചിൽ ഒരു പമ്പമേളം ഉയർന്നു. അതെ, താൻ ഭയപ്പെട്ടതു തന്നെ സംഭവിക്കാൻ പോകുന്നു. പണിക്കരുടെ മുഖം വിവർണമായി. അയാൾ അണപ്പല്ലിറുമ്മി. കാറിൽ നിന്ന് ആദ്യം പുറത്തിറക്കിയത് വീൽ ചെയറാണ്. തൊട്ടു പിന്നാലെ ശേഖരമേനോനെ ഇറക്കി. ഡ്രൈവറും മകൻ സോമശേഖരനും കൂടി വീൽ ചെയർ ഉയർത്തി പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ വെച്ചു. ഇനി തൽക്കാലം ആരുടെയും സഹായം വേണ്ട. ഏതായാലും ഇന്നത്തേതോടെ തന്റെ എല്ലാ ഉത്കണ്ഠകൾക്കും പൂർണ്ണ വിരാമമിടാൻ കഴിഞ്ഞേക്കുമെന്ന് മേനോൻ പ്രതീക്ഷിച്ചു. ഒരിക്കൽ വിഷ്ണു തന്നെ കാണാൻ വന്നപ്പോൾ ഭയന്നത് താനാണ്. ഇന്നവനെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് തന്റെ വരവ്. മടിക്കുത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന പിസ്റ്റൾ സുരക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. സർക്കിൾ രാജഗോപാൽ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. തന്റെ മുറിയിലേക്ക് മേനോന്റെ വീൽ ചെയർ ഉരുട്ടിയത് രാജഗോപാൽ തന്നെയാണ്. ഞാനെന്റെ ഭാഗം ഭംഗിയാക്കിയിരിക്കുന്നു. അങ്ങ് ആവശ്യപ്പെട്ടതിലും 12 മണിക്കൂർ മുൻപേ ഞാനത് ചെയ്തു. ഇനി എന്തു വേണമെന്നും അങ്ങ് തന്നെ തീരുമാനിച്ചോളൂ. ഭാഗ്യത്തിന് ഒരു കുറ്റം ആരോപിച്ചു തന്നെ കസ്റ്റഡിയിലെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു പക്ഷേ അവൻ ചെയ്യാത്ത ഒരു കുറ്റം തന്നെ. ഒരു വിഗ്രഹ ഭജനം, പൂജാ സാമഗ്രികൾ തകർക്കൽ. ഒരു രേഖയാക്കാൻ അത്ര തന്നെ വേണ്ടല്ലോ നമുക്ക്. രാജഗോപാലിന്റെ പുഞ്ചിരിക്കൊരു മ്ലാനതയായിരുന്നു. മേനോനത് ശ്രദ്ധിച്ചില്ല. അവൻ എവിടെയുണ്ട്? ലോക്കപ്പിലാക്കി. വേണമെങ്കിൽ ചാർജ് ചെയ്യാതെ പറഞ്ഞയക്കാം. അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കി മുറ പോലെ. വേണ്ട രാജ, തൽക്കാലം എന്നെ അവന്റെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകൂ. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും. തന്നെ ഞാനൊന്നിലും ഉൾപ്പെടുത്തില്ല. അപ്പോഴും രാജഗോപാലിന് സംശയം. താൻ ഭയപ്പെടേണ്ട. ഇനി അവൻ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടാലും അങ്ങനെ അല്ലാതാക്കാൻ നമുക്ക് വകുപ്പുണ്ട്. രാജഗോപാൽ ഒന്ന് നടുങ്ങി. മേനോൻ സാറിന്റെ ഉദ്ദേശം വ്യക്തമായി വരുന്നു. അരുതെന്ന് വിലക്കാൻ തനിക്ക് കഴിയില്ല. അരുതാത്തത് സംഭവിച്ചാൽ താൻ കുരിശ് ചുമക്കേണ്ടി വരും. ഏത് കണ്ടകശനി കാലത്താണാവോ ഈ നാട്ടിലേക്ക് തനിക്ക് മാറ്റം ലഭിച്ചത്? ശ്രീകോവിലിന് മുന്നിൽ വെച്ച് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അവിടെ അക്രമം കാണിച്ചത് അവനല്ലെന്നുറപ്പുണ്ടായിരുന്നു. ജീപ്പിൽ കയറുമ്പോൾ വിഷ്ണു പറഞ്ഞ വാക്കുകൾ സർക്കിൾ ഇൻസ്പെക്ടർ രാജഗോപാൽ ഓർമ്മിച്ചു പോയി. എന്റെ അച്ഛനെയും ഒരു വിഗ്രഹ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയാണ് കസ്റ്റഡിയിലെടുത്തതും ചെയ്യാത്ത കുറ്റം സമ്മതിപ്പിക്കാൻ തല്ലിക്കൊന്നതും. ഇപ്പോൾ എന്നെയും അത്തരമൊരു കാരണം പറഞ്ഞ് സാർ കൊണ്ടുപോകുന്നത് കൊല്ലാനല്ലെന്ന് വിശ്വസിക്കാമോ? മരിക്കാൻ ഭയമില്ലെനിക്ക്. പക്ഷേ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാതെ ചാകാനൊരു വിഷമം. രാജഗോപാൽ വീൽ ചെയർ ലോക്കപ്പിന് നേരെ ഉരുട്ടി. ലോക്കപ്പിന്റെ വാതിൽക്കലെത്തിയ രാജഗോപാൽ ഒരു നിമിഷം വല്ലാതായി. മുറിയിൽ ഒരു മൂലയിൽ അടിവസ്ത്രം മാത്രം അണിഞ്ഞ വിഷ്ണു ധ്യാനത്തിലിരിക്കുന്നു. പത്മാസനസ്ഥനായ ഒരു യുവ യോഗിയെയാണ് അവൻ ഓർമ്മിപ്പിക്കുന്നത്.
പുറത്ത് സന്ദർശകരെത്തിയ കഥ വിഷ്ണു അറിഞ്ഞതേയില്ല. ലോക്കപ്പ് തുറന്ന് അകത്ത് കയറിയ ശേഷം രാജശേഖര മേനോൻ വാതിൽ ചാരിയിട്ട് പൊയ്ക്കൊള്ളാൻ രാജഗോപാലിനോട് കണ്ണുകൾ കൊണ്ട് ആജ്ഞാപിച്ചു. ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് രാജഗോപാൽ പിൻവാങ്ങുകയും ചെയ്തു. ഏകാഗ്രമായ ഒരു ധ്യാനത്തിലായിരുന്ന വിഷ്ണു അപ്പോഴും കഥയൊന്നും അറിഞ്ഞില്ല. ഇലഞ്ഞിത്തറ പണിക്കർ ഒരു ഇളിഭ്യച്ചിരി ചിരിച്ചു. ഗുരുക്കൾ പറഞ്ഞത് കേട്ടില്ല എന്ന മട്ടിൽ കസേരയിലിരുന്നു. താൻ ഭയന്നത് എത്ര ശരിയായിരിക്കുന്നു. ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകാനുള്ള വരവാണ് ഗുരുക്കളുടേത്. മിക്കവാറും അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഗുരുക്കൾ പണിക്കരെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത്ര എളുപ്പമൊന്നും അയാളുടെ പക്കൽ നിന്ന് അത് വീണ്ടെടുക്കാനാവില്ലെന്നും നല്ല ബോധ്യമുണ്ട്. കഴിയുമെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കണം. ഗുരുക്കൾ എന്താണീ പറയുന്നത്? വിശ്വംഭരൻ എന്നെ ഏൽപ്പിച്ച സാധനം അവൻ ചോദിച്ചാൽ കൊടുക്കാൻ താൻ ബാധ്യസ്ഥനല്ലേ? അത് മാത്രമോ, അപകടകാരിയായ വിഷ്ണുവിൽ നിന്നാണ് അവൻ അതെടുത്ത് കൊണ്ടുപോന്നത്. ഞാനത് ഗുരുക്കളെ ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ ഞാൻ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും? വിഷ്ണു പടവാളുമായി വരുന്ന മുഹൂർത്തവും പ്രതീക്ഷിച്ചാണ് ഇപ്പോഴെന്റെ ഇരിപ്പ്. അങ്ങനെ പറഞ്ഞെങ്കിലും പണിക്കർ ഗുരുക്കളെ ഒഴിവാക്കാനുള്ള പോംവഴിയാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. എന്റെ ആ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പണിക്കരോട് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഒക്കെ അറിയാമല്ലോ. ഇപ്പോൾ തന്നെ അതെന്നെ ഏൽപ്പിച്ചേ പറ്റൂ. ഗുരുക്കൾ ഗ്രന്ഥങ്ങൾ കൊണ്ടേ പോകൂ എന്നുറപ്പായി കഴിഞ്ഞു. അത് കൊടുത്തുവിട്ടാൽ പിന്നെ താൻ കണ്ട സ്വപ്നങ്ങൾക്കൊക്കെ വല്ല അർത്ഥവുമുണ്ടോ? പണിക്കരുടെ കുരുട്ടുബുദ്ധിയിൽ ചില കൂട്ടലുകളും കിഴിക്കലുകളും നടന്നു. അതിനെന്താ ഗുരുക്കളെ നമുക്ക് വിരോധം? ആ ഗ്രന്ഥങ്ങൾ കിട്ടിയപ്പോൾ ഒന്ന് നോക്കാമെന്ന് കരുതി മാറ്റിവെച്ചിരുന്നു എന്നത് നേരാണ്. നിലവറയിൽ ഞാൻ അത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങ് തന്നെ വന്നെടുത്തുകൊള്ളൂ. എനിക്കു തകാത്ത ഒരു സാധനം കൈകൊണ്ട് തൊടുന്നത് പോലും താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഇത്ര പൊടുന്നനെ പണിക്കരത് സമ്മതിക്കുമെന്നൊരു ഊഹം ഗുരുക്കൾക്കുമില്ലായിരുന്നു. പണിക്കരോടൊപ്പം ഗുരുക്കളും എണീറ്റു. ഇലഞ്ഞിത്തറയിലെ നിലവറ മുറിയുടെ നേരെയാണ് പണിക്കർ ഗുരുക്കളെ നയിച്ചത്. മടിക്കുത്തിൽ നിന്ന് താക്കോലെടുത്ത് തുരുമ്പിച്ച നിലവറത്താഴ് പണിക്കർ തുറന്നു. ഗുഹ പോലെയൊരു ഇരുട്ടുമുറി ഗുരുക്കൾക്ക് മുന്നിൽ. മുറിയുടെ വലത്തെ മൂലയ്ക്ക് കൽമണ്ഡപമുണ്ട്. അതിനു മുകളിൽ പഴയ തടിപ്പെട്ടി. അങ്ങയുടെ ഗ്രന്ഥങ്ങളെല്ലാം അതിലാണുള്ളത്. ഗുരുക്കളുടെ ഹൃദയം തുടിച്ചു. എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ തന്റെ ഗ്രന്ഥങ്ങളിതാ കൈനീട്ടിയാൽ തൊടാവുന്ന ദൂരത്ത്. ഒന്നും ആലോചിക്കാതെ ഗുരുക്കൾ ആ ഇരുട്ടുമുറിയിലേക്ക് കയറി. പിന്നാലെ പണിക്കരും. മുറിക്കുള്ളിലെത്തിയ പണിക്കർ മിന്നൽ വേഗത്തിലാണ് പ്രവർത്തിച്ചത്. ആ മുറിയുടെ മൂലയിലിരുന്ന ഒരു അലകുതണ്ട് കയ്യിലെടുത്തതും ഗുരുക്കളുടെ ശിരസ് നോക്കി ആഞ്ഞടിച്ചതും ഒപ്പം നിലവറ മുറിയിൽ നിന്നൊരു ആർത്തനാദം. പണിക്കരുടെ മുഖത്തേക്ക് ചൂടുള്ള നനവിന്റെ തുള്ളികൾ. അടുത്ത ക്ഷണം പിൻവാങ്ങി. പണിക്കർ ആ മുറി പഴയ മട്ടിൽ താഴിട്ട് ബന്ധിച്ചു. രാത്രി വളരെയായിട്ടും ഗുരുക്കൾ തിരിച്ചെത്തിയില്ല. രാവേറെ ചെല്ലുവോളം ഭക്ഷണം പോലും കഴിക്കാതെ കോമളവല്ലി അച്ഛനെയും കാത്തിരുന്നു. മറ്റെവിടെയെങ്കിലും പോകുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. മറ്റെങ്ങോട്ടെങ്കിലുമായിരുന്നു പോയിരുന്നതെങ്കിലും ഇത്രയും വേവലാതിക്കും കാരണമില്ലായിരുന്നു. പണിക്കരുമായി നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിലും വളരെയേറെ നേരം അയാളുടെ തറവാട്ടിൽ അച്ഛൻ കഴിച്ചുകൂട്ടുകയൊന്നുമില്ല. ആകെക്കൂടി കോമളവല്ലിക്ക് ഭയം തോന്നി. ആരോടു ചോദിച്ചാലാണ് വിവരമെന്ന് അറിയുക? പണിക്കരുടെ വീട് അറിയാം. പക്ഷേ ആരെയാണ് അങ്ങോട്ടെന്ന് പറഞ്ഞയക്കുക? പകരാണെങ്കിൽ താൻ തന്നെ ചെല്ലാമായിരുന്നു. തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അയാളാണെന്ന് താൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പണിക്കർ അറിഞ്ഞിരിക്കാനിടയില്ല. വിഷ്ണുവേട്ടനെ പ്രതിക്കൂട്ടിൽ കയറ്റുകയായിരുന്നല്ലോ അയാളുടെ മുഖ്യ ഉദ്ദേശം. അച്ഛന് വേണ്ടി കാത്തിരുന്ന് അവൾ നേരം വെളുപ്പിച്ചു. പുലർച്ചയ്ക്ക് തന്നെ അയലത്തെ ഒരു പയ്യനെ പണിക്കരെ കാണാൻ പറഞ്ഞ് ഇലഞ്ഞിത്തറയിലേക്ക് അയച്ചു. അയാൾ പോയി മടങ്ങി വരും വരെ അവൾ വീടിന്റെ പടിക്കൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. 4 നാഴികയ്ക്കുള്ളിൽ അയാൾ തിരിച്ചെത്തി. അയാൾ പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ അടിമുടി തളർന്നു. കോമളവല്ലി. ഗുരുക്കൾ ഇന്നലെ ഇലഞ്ഞിത്തറയിലെത്തി 1 നാഴികയ്ക്കുള്ളിൽ മടങ്ങിയത്രേ. ഏതോ കുറെ ഗ്രന്ഥങ്ങൾ വാങ്ങിയാണ് തിരിച്ചു പോന്നത്. ഒരുപക്ഷെ വിഷ്ണുവിനെ തേടി മാമംഗലത്തേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുന്നതായാണത്രേ പണിക്കർ അറിയിച്ചത്. ഏതോ ഒരു ശേഖരമേനോന്റെ ആൾ ഗുരുക്കളെ തേടി വന്നിരുന്നതായും പറഞ്ഞുപോലും. അവൾക്ക് ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
ഇവിടെ വന്ന് പറയാതെ അച്ഛനൊരിക്കലും ഒരു ദൂരയാത്ര പോകില്ല. മുമ്പ് മാമംഗലത്തേക്ക് പോയപ്പോഴും വ്യക്തമായി അറിയിച്ചിട്ടാണ് പോയത്. പണിക്കർ പറഞ്ഞത് നേരായിരിക്കുമോ? അതോ അയാളുടെ വാക്കുകളിൽ എന്തെങ്കിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞതുപോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്ന് അവളുടെ മനസ്സിലിരുന്ന ആരോ പറയുന്നത് പോലെ. അമ്മയോട് വിവരം പറയാൻ അവൾക്ക് തോന്നിയില്ല. വിവരങ്ങൾ വിശദമായി അറിയാൻ നേരിട്ട് പോവുകയോ അതുപോലെ ഒരാളെ അയക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. കേട്ട വാർത്തയിൽ അവൾ ഒട്ടും തൃപ്തയായില്ല. വിശ്വംഭരനെ കുറിച്ച് പൊടുന്നനെ ഓർത്തു. അവൻ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അച്ഛൻ പണിക്കരെ തേടി പോയത്. അപ്പോൾ അതന്വേഷിച്ചറിയാനുള്ള ബാധ്യതയും വിശ്വംഭരനുണ്ട്. ഇലഞ്ഞിത്തറയിലേക്ക് പോകാൻ വിശ്വംഭരനാണ് ഏറ്റവും അനുയോജ്യൻ. അടുത്ത ക്ഷണം അവൾ പുറത്തേക്കോടി. അരനാഴിക അകലമേയുള്ളൂ വിശ്വംഭരന്റെ വീട്ടിലേക്ക്. കോമളവല്ലിയുടെ ഹൃദയം അകാരണമായി തുടിച്ചു. അവൾ ഓടിക്കൊണ്ടേയിരുന്നു. വിഷ്ണു ധ്യാനത്തിൽ നിന്നുണർന്നതുപോലെ കണ്ണുകൾ മെല്ലെ തുറന്നു. മേനോനെ കാണുന്നതിനു മുമ്പ് തന്റെ നേരെ നീട്ടപ്പെട്ടിരിക്കുന്ന പിസ്റ്റളിന്റെ മുനയാണ് വിഷ്ണുവിന്റെ കണ്ണിൽ പെട്ടത്. ഒരപകടം തന്നെ കാത്തിരിക്കുന്നുവെന്ന് മനസ്സോർമ്മിപ്പിച്ചത് എത്ര ശരിയായി വന്നിരിക്കുന്നു. ആരോ വിളിച്ചുണർത്തിയതുപോലെ ധ്യാനത്തിൽ നിന്ന് ഉണരാനുണ്ടായ കാരണവും അതുതന്നെയാണ്. അവന്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ശേഖരമേനോന് വധിക്കാൻ തന്നെ സൗകര്യപ്രദമായി ഇരുത്തിക്കൊടുക്കുകയായിരുന്നോ സർക്കിൾ രാജഗോപാൽ? തന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മാമംഗലത്തേക്ക് ചെല്ലാൻ താനൊരുക്കമായിരുന്നല്ലോ. അതിനിത്രയും വളഞ്ഞ ഒരു മാർഗം സ്വീകരിക്കണമായിരുന്നോ? നെഞ്ചി പിടയുന്നുണ്ടെങ്കിലും വിഷ്ണുവിന്റെ ഹൃദയത്തിൽ നിന്ന് സുരക്ഷാ മന്ത്രങ്ങൾ ഉറവെടുത്തുകൊണ്ടിരുന്നു. അത് മേനോൻ അറിഞ്ഞില്ല. കണ്ണിമയനക്കാതെ വിഷ്ണുവിന്റെ ചലനങ്ങളിൽ മിഴിയൂന്നിയിരിക്കുകയാണ് മേനോൻ. നേരിയൊരു ചലനം അവന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ട്രിഗർ അമർത്തുക തന്നെ ചെയ്യും. മനസ്സിൽ ആവോളം കരുത്ത് സംഭരിക്കാനാണ് മേനോൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അമ്മന്നെന്താ ലാത്തി കൊണ്ട് വെടിവെക്കാൻ പോകുന്നോ? എങ്കിൽ പിന്നെ തോക്കുമായി പോരരുതായിരുന്നോ? കണ്ണുകൾ വിടർത്തി മേനോന്റെ മിഴികളിൽ തന്നെ ദൃഷ്ടിയൂന്നി വിഷ്ണു ചോദിച്ചു. അവന്റെ ആ നോട്ടത്തിന്റെ തീക്ഷ്ണത ഏറ്റുവാങ്ങാൻ കെൽപ്പില്ലാതെ മേനോനൊന്ന് പിടഞ്ഞു. അടുത്ത നിമിഷം മേനോന്റെ കൈ ട്രിഗറിൽ അമർന്നു. പക്ഷേ നിറയൊഴിഞ്ഞില്ല. തോക്കിന് ട്രിഗർ തന്നെ ഇല്ലാതായിരിക്കുന്നു. മേനോൻ നോക്കുമ്പോൾ കയ്യിൽ തോക്കേയില്ല. പകരം ഒരു ചെറിയ ലാത്തിയാണിപ്പോൾ കയ്യിൽ. അത് തന്നെ ഉള്ളം കൈയിലിരുന്ന് ചുട്ടുപൊള്ളുകയാണ്. അധിക നേരം ഇനിയത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനാവില്ലെന്ന് അദ്ദേഹം അറിഞ്ഞു. അടുത്ത ക്ഷണം ലാത്തിയാണെന്ന് മേനോന് സ്വയം തോന്നിയ പിസ്റ്റൾ കയ്യിൽ നിന്ന് താഴെ വീണു. മേനോൻ വിയർപ്പിൽ കുളിച്ചു. അദ്ദേഹം വീൽ ചെയറിലേക്ക് ചാഞ്ഞു. ഇടനാഴിയിലൂടെ ബൂട്ട്സുകളുടെ ശബ്ദം അടുത്തു വരുന്നു. അത് ലോക്കപ്പിന് മുന്നിൽ നിശ്ചലമായി. സർക്കിൾ രാജഗോപാൽ അനിഷ്ടമായതെന്തോ കാണാനുള്ള വ്യഗ്രതയോടെയാണ് ആ വാതിൽക്കലെത്തിയത്. പക്ഷേ ഉള്ളിലെ രംഗം അദ്ദേഹത്തെ അമ്പരിപ്പിക്കുകയാണ് ചെയ്തത്. വിഷ്ണുവിനെ വെടിവെക്കാനെത്തിയ മേനോൻ അദ്ദേഹം വെടികൊണ്ടതുപോലെ കിടക്കുന്നു. വിഷ്ണു ധ്യാനത്തിൽ തന്നെ ഇരിക്കുന്നു. ഒരവസരം ഉണ്ടാക്കി കൊടുക്കാമെന്നേ മേനോനോട് തനിക്ക് വാക്കുള്ളൂ. കൊല്ലും വരെ വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ലോക്കപ്പിന്റെ വാതിൽ കരഞ്ഞപ്പോൾ വിഷ്ണു കണ്ണുകൾ തുറന്നു. സർക്കിളിനെ കണ്ട് അവൻ എണീക്കുകയും ചെയ്തു. ഇനി എനിക്ക് പൊയ്ക്കൂടെ സാർ? പറഞ്ഞിരുന്ന സമയമായല്ലോ. അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഭാവിക്കാതെയാണവൻ ചോദിച്ചത്. രാജഗോപാൽ അറിയാതെ തലകുലുക്കി. വിഷ്ണു പുറത്തേക്കിറങ്ങി. ഓഫീസ് മുറിയിൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ച് അവൻ സ്ഥലം വിടുന്നതുവരെ എല്ലാവരും ഒരു മോഹനിദ്രയിലായിരുന്നു. സർക്കിൾ വീൽ ചെയറിൽ പിടിച്ചു. മേനോൻ അദ്ദേഹം തളർന്നു കിടപ്പാണ്. വിഷ്ണു എന്തെങ്കിലും ചെയ്തെന്നോ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായെന്നോ രാജഗോപാലിന് സംശയമൊന്നുമില്ല. താൻ പറയാൻ വന്ന കാര്യം മേനോൻ അദ്ദേഹത്തോട് പറയണോ എന്നറിയാതെ കുഴങ്ങുകയായിരുന്നു അദ്ദേഹം. വിഷ്ണുവിനെതിരെ ആരോപിക്കപ്പെടുമായിരുന്ന ഒരു കൊലപാതകത്തിൽ നിന്നുകൂടി അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ശേഖരമേനോന്റെ ഇളയ പുത്രൻ ഹരികൃഷ്ണന്റെ മരണത്തിൽ നിന്ന്. വീൽ ചെയറും ഉരുട്ടി രാജഗോപാൽ ലോക്കപ്പ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഓടിക്കിതച്ച് ഊടുവഴികളിലൂടെ ഇല്ലത്തിന്റെ പിന്നാമ്പുറം കടന്ന് പൂമുഖത്തെത്തിയ വിഷ്ണു ഒന്ന് പകയ്ക്കാതിരുന്നില്ല. അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരതിഥി. വിശ്വംഭരൻ. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ വിഷ്ണു വിശ്വംഭരനെ തിരിച്ചറിഞ്ഞു. അവനും ഉത്കണ്ഠയുടെ മുൾമുനയിലായിരുന്നു.
വളരെ അത്യാവശ്യമായി പറന്നു വരികയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാവും ശരി. അവനോട് എന്തെങ്കിലും ലോഹ്യം ചോദിക്കാനുള്ള മനസാന്നിധ്യത്തിലായിരുന്നില്ല വിഷ്ണു. വിശ്വംഭരനെ ശ്രദ്ധിക്കുമ്പോഴും ഇടയ്ക്കിടെ വിഷ്ണുവിന്റെ കണ്ണുകൾ പിമ്പോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വല്ലാത്തൊരു അപകടത്തിലാണ് വിശ്വംഭര. ജയിലിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതേയുള്ളൂ. ഇപ്പോൾ നാട്ടുകാരും എനിക്കെതിരായി. ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ ഇവിടെ നിന്ന് മാറിയേ പറ്റൂ. എത്ര പേരുണ്ടെങ്കിലും ചെറുത്തു നിൽക്കാൻ ഒരാഴ്ച മുമ്പ് വരെ കഴിയുമായിരുന്നു. ഞാൻ തട്ടിയെടുത്ത ഗുരുക്കളുടെ ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെടും വരെ. ഇപ്പോൾ വല്ല ചെപ്പടി കൊണ്ടും തൽക്കാലം രക്ഷപ്പെടാമെന്നല്ലാതെ ഒരു സംഘത്തോട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അച്ഛനെ ഒരു വിഗ്രഹമോഷണവുമായി ബന്ധപ്പെടുത്തിയാണ് അവൻ ചതിച്ചു കൊന്നത്. അതുപോലെ ഒരു വിഗ്രഹ ഭഞ്ജനത്തിന്റെ പേരിൽ എന്നെയും ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞാൻ ചില സാധനങ്ങൾ എടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഒരു വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടതേയുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു, നാടാകെ ഇളകിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അത്തരത്തിലൊരു വാർത്ത പരത്തിയതാരാണെന്ന് എനിക്കറിയാം. നിനക്കറിയാൻ വയ്യാത്ത മറ്റു പല കാരണങ്ങൾ കൂടി പറയാനാണ് ഞാൻ വന്നത്. എന്തോ മറുപടി പറയാൻ വിഷ്ണു ഒരുങ്ങിയ നേരത്താണ് ആ ആരവം അകലെ കേൾക്കാൻ തുടങ്ങിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിഷ്ണു രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ കൂട്ടം ചേർന്ന് അവനെ തേടി വരുന്നതിന്റെ ശബ്ദ കോലാഹലങ്ങൾ. ഇല്ലത്തെ അംഗങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ വിഷ്ണു യാത്ര പറഞ്ഞു. ഞാൻ പോകുന്നു. വീണ്ടും എന്തെങ്കിലും കാണാമെന്ന് ഞാൻ പറയുന്നില്ല. അതിനു കഴിഞ്ഞാൽ ഞാൻ വരും. ഇനി ഇവിടെ നിന്നാൽ അത് നിങ്ങളെ കൂടി ഉപദ്രവിക്കലാവും. ഈ ലോകം മുഴുവൻ ഇളകി വരുമ്പോഴും നിങ്ങൾ ഒന്നോർത്തോ, ഈ വിഷ്ണു നിങ്ങൾക്കൊന്നും എതിരായി ചിന്തിച്ചിട്ട് പോലുമില്ല. എല്ലാറ്റിനും പിന്നിൽ ചതിയാണ്. ഒരു ചതിക്ക് പകരം വീട്ടാൻ ഞാൻ വന്നു. മറ്റൊരു ചതിയുടെ ബലിയാടായി മടങ്ങുന്നു. അവസാന വാക്കുകൾ പറഞ്ഞത് നടയിറങ്ങിക്കൊണ്ടാണ്. അവന്റെ മിഴികൾ നിറഞ്ഞിരുന്നു. അപ്പോൾ ആരവം കൂടുതൽ വ്യക്തമാകുന്നു. വിഷ്ണു മുന്നിൽ ഓടി, വിശ്വംഭരൻ പിറകെയും. അടുത്തെത്തിയ ആരവം വളരെ പിന്നിലാകുവോളം അവർ ഓടിയകന്നു. പിന്നെ പിന്നെ അത് കേൾക്കാൻ തന്നെ ഇല്ലെന്നായി. അപ്പോഴാണ് ഒന്ന് നിന്നത്, ഒരു ദീർഘനിശ്വാസമുതിർത്തത്. നമുക്ക് ഒരു കാറെടുത്ത് പോകാം. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ അവർ നിനക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടാവും. വിശ്വംഭരൻ പറഞ്ഞു. വിഷ്ണുവിനെന്തും സമ്മതമായിരുന്നു. ആലോചിച്ചൊരു തീരുമാനമെടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ലല്ലോ അവൻ. എങ്കിലും ആലോചിച്ചു. തനിക്കെതിരെ ഇത്ര പൊടുന്നനെ ഒരു വിപ്ലവം അഴിച്ചുവിട്ടത് ആരാണ്? താൻ ചെയ്യാത്ത രണ്ട് കൃത്യങ്ങൾ തന്റെ പേരിൽ ചെയ്തതാരാണ്? എന്തിന്? മാമംഗലത്തെ ഹരിഹരന്റെ പുത്രിയെ, ഇപ്പോൾ ഹരികൃഷ്ണനെ. തന്റെ പേരിൽ അത് ചെയ്തതുകൊണ്ട് ആർക്കെന്ത് നേട്ടമുണ്ട്? നഗരത്തിരക്ക് തുടങ്ങുന്നതിന് മുമ്പേ അവർക്കൊരു ടാക്സി ലഭിച്ചു. കാർ വിളിച്ചതും സ്ഥലം പറഞ്ഞതുമെല്ലാം വിശ്വംഭരനായിരുന്നു. വിശ്വംഭരൻ എന്തിന് തന്നെ തേടി വന്നു എന്ന് പോലും ഇനിയും ചോദിച്ചില്ല. കാർ നഗരഹൃദയം സ്പർശിക്കാതെ ഹൈവേയിലേക്ക് കയറുന്ന ബൈപ്പാസിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് വിശ്വംഭരൻ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ വന്നതിന്റെ പ്രധാന ഉദ്ദേശം നിന്നോട് മാപ്പ് പറയാനാണ്. നിന്നെ ചതിക്കാൻ കൂട്ടുനിന്നവനാണ് വിഷ്ണു ഞാനും. അതുകൊണ്ട് ചതിവ് പറ്റിയത് എനിക്കും. നിന്റെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ തട്ടിക്കൊണ്ടുപോയത് ഞാനാണ്. വിഷ്ണു ഒന്ന് നടുങ്ങി. അതെ, പക്ഷേ അതെനിക്ക് വേണ്ടിയായിരുന്നില്ല. നിനക്കറിയാമല്ലോ, കളരിയിലെ നമ്മുടെ ജീവിതകാലത്തും ആ ഗ്രന്ഥങ്ങൾ തട്ടിയെടുക്കാൻ ഒരുങ്ങിയവനാണ് ഞാൻ. അതും മറ്റൊരാൾക്ക് വേണ്ടി. പക്ഷേ അത് നീ നിനക്ക് വേണ്ടി എടുത്തു. അന്നു മുതൽ കുറച്ച് അസൂയയും ഉണ്ടായിരുന്നെന്ന് കരുതിക്കോളൂ. അത് ഞാൻ കൊണ്ടുപോയ ദിവസം തുടങ്ങി നിനക്ക് കഷ്ടകാലം. ഒക്കെ എനിക്കറിയാം. എത്തരുതാത്തിടത്ത് അതെത്തിപ്പോയതിന്റെ കുഴപ്പമാണ്. വിശ്വംഭരൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇലഞ്ഞിത്തറ പണിക്കർ തന്റെ പക്കൽ നിന്ന് വിഷ്ണുവിന്റെ ഗ്രന്ഥങ്ങൾ തട്ടിയെടുത്തതും തന്നെ കൊണ്ട് മന്ത്രം ചെയ്യിച്ച് അരുന്ധതിയെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച്, ഗ്രന്ഥങ്ങൾ ചോദിക്കാൻ ചെന്ന ഗുരുക്കളെ നിലവറയിൽ അടിച്ചവശനാക്കി ഇട്ടിരിക്കുന്നതിനെ കുറിച്ച്, ശേഖരമേനോന്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ കൂടി കൊലപ്പെടുത്തി കുറ്റം വിഷ്ണുവിന്റെ മേൽ ചാരാൻ തീരുമാനിച്ചതിനെ കുറിച്ച്. അങ്ങനെയാകുമ്പോൾ പണിക്കർക്ക് പിന്നെ ആരെയും ഭയപ്പെടേണ്ടി വരില്ലല്ലോ. എല്ലാ കൊലപാതകവും ചെയ്തു കഴിയുമ്പോൾ നിന്നെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പണിക്കർ രംഗത്ത് വരിക. അപ്പോഴേക്കും ഗുരുക്കളെയും തന്നെയും അയാൾക്ക് നിശബ്ദരാക്കാം. ശത്രുക്കളെ ഒറ്റയടിക്ക് തീർത്തിട്ട് മഹാരാജാവിനെ പോലെ ആരെയും ഭയപ്പെടാതെ കഴിഞ്ഞുകൂടാനൊരു ഭീകര തന്ത്രം. ആ ഭീകരതയെക്കുറിച്ച് വിഷ്ണുവിന് ശരിക്കും ബോധ്യമായി.
നല്ല മന്ത്രമായാലും ദുർമന്ത്രവാദമായാലും അത് ചെല്ലാത്തവരുടെ പക്കൽ ചെന്നാൽ അനർത്ഥങ്ങളെ ഉണ്ടാകൂ. വിശ്വംഭര, ഞാനും അത് ചെയ്തില്ലേ എന്ന് നീ ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഒരേ ഒരു കാര്യത്തിനെ അത് ഉപയോഗിച്ചുള്ളൂ. ലോകം വെട്ടിപ്പിടിക്കണമെന്ന് എനിക്ക് ആശയുണ്ടായിരുന്നില്ല. എൻ്റെ ഉദ്ദേശം പൂർത്തിയായാൽ ആ ഗ്രന്ഥങ്ങൾ ഗുരുക്കളെ തിരിച്ചേൽപ്പിക്കണമെന്നും ഞാൻ കരുതിയിരുന്നു. ഞാനത് പൂർത്തിയാക്കാനും ആരും സമ്മതിച്ചില്ല. ആ നാട്ടിൽ നിന്നോടി പോരേണ്ടി വന്നെങ്കിലും ചെയ്ത ശപഥം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള കടമ പൂർത്തിയാക്കിയിട്ട് അവരുടെ അടുത്തേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം. അതിനി ചെല്ലുന്നിടത്ത് നിന്നായാലും പറ്റും. പക്ഷേ ആ ഗ്രന്ഥങ്ങൾ കിട്ടുക തന്നെ വേണം. ഞാനത് എടുത്തുകൊണ്ടു പോന്നത് എടുത്തിടത്ത് തന്നെ തിരികെ വയ്ക്കാനാണ്. ഇനി അതും ഒരു ബാധ്യതയായി. വിഷ്ണു പറഞ്ഞു നിർത്തി. വിശ്വംഭരൻ നിശബ്ദനായിരുന്നതേയുള്ളൂ. കാർ ഓടിക്കൊണ്ടേയിരുന്നു. ശേഖരമേനോൻ വളരെ ആലോചിച്ചാണ് ഒടുവിൽ അങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. കുറെ കാലത്തേക്ക് ഈ ഗ്രാമത്തിൽ നിന്നങ്ങോട്ടെങ്കിലും ഒഴിഞ്ഞുമാറി പാർക്കുക. മക്കൾ രണ്ടുപേരെ ഇനി അവശേഷിച്ചിട്ടുള്ളൂ. മാലിനിക്കും ആ മാറ്റം ഒരനുഗ്രഹമായാലോ? സോമശേഖരനായിരുന്നു ഏറെ നിർബന്ധം. ഉപദേശം ചോദിച്ച പലരും നിർദ്ദേശിച്ചതും അതുതന്നെയായിരുന്നു. ഭാഗ്യം പരീക്ഷിക്കാൻ വീണ്ടും ഇവിടെ തന്നെ തുടരുകയെന്ന് വെച്ചാൽ നഷ്ടങ്ങളുടെ അക്കങ്ങൾ പെരുപ്പിക്കാമെന്നല്ലാതെ യാതൊരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല. 1-2 വർഷത്തേക്ക് തറവാട് അടച്ചുപൂട്ടിയാലും മാമംഗലം തറവാട് അതല്ലാതാകുന്നില്ലല്ലോ. 100-90 പേരുടെയും അഭിപ്രായം അത് തന്നെയായിരുന്നു. വളരെ കുറച്ചു പേർ മാത്രം എതിർക്കാതിരുന്നുമില്ല. ഒളിച്ചോട്ടം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. സ്വന്തം തറയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതല്ലേ ആണത്തമെന്ന്. രണ്ടും ശരിയാണ്. അല്ലെങ്കിൽ രണ്ടിലും ശരിയുണ്ട്. സ്വന്തം തറയിൽ നിന്ന് യുദ്ധം ചെയ്തതത്രയും പരാജയങ്ങളായപ്പോൾ തറ മാറ്റിച്ചവിട്ടുന്നതും ഒരു യുദ്ധതന്ത്രമാണ്. ഒരു തവണ ഒരേയൊരു കതിരെങ്കിലും നുള്ളിയെടുക്കാൻ തനിക്കായില്ലല്ലോ. അങ്ങനെയെങ്കിൽ തന്ത്രം മാറ്റിയാലും തറയിൽ തന്നെ നിൽക്കാമായിരുന്നു. ഇനിയും കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തന്നെയാണ് മേനോൻ തീരുമാനിച്ചത്. അവശേഷിച്ച മക്കളോടത് പറയുകയും ചെയ്തു. അവർക്കും സന്തോഷം. ജീവിതത്തിന്റെ പേരേടിൽ നിന്ന് പേര് നീക്കം ചെയ്തു കഴിഞ്ഞെങ്കിലും ഒരു പ്രത്യാശ. അച്ഛൻ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല. ഇനി ചെയ്യാനുള്ളത് ഞാനായിക്കൊള്ളാം. സോമശേഖരൻ ഉത്സാഹത്തോടെ പറഞ്ഞു. അവൻ ജോലി ചെയ്യുന്ന നഗരത്തിലേക്ക് അന്ന് തന്നെ ഫോൺ ചെയ്തു. 1-2 കോൾ മാത്രം. ഡോക്ടർക്കും കുടുംബത്തിനും പാർക്കാനുള്ള ഒരു വീട് കണ്ടെത്തുക അവിടെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. 3 ദിവസത്തിനുള്ളിൽ തങ്ങൾ അങ്ങോട്ട് തിരിക്കുകയാണെന്നും സോമശേഖരൻ അറിയിച്ചു. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ അത്രയും ദിവസങ്ങൾ ധാരാളമായിരുന്നു. അപ്പോൾ മുതൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ്. തനിക്ക് വിജയിക്കാൻ കഴിയാത്തിടത്തു നിന്ന് നിരുപാധികം പിൻവാങ്ങിയേക്കുക. അതിന് തോൽവി എന്നർത്ഥമില്ല. അല്ലെങ്കിൽ തന്നെ ഔദ്യോഗിക കാലങ്ങളിൽ എത്രയെത്ര നഗരങ്ങളിലാണ് കാലം പോക്കിയത്. ഇതും അങ്ങനെ കരുതിയാൽ മതി. അതുകൊണ്ട് മകൻ സോമൻ രക്ഷപ്പെടുമല്ലോ. മാലിനി രക്ഷപ്പെടുമല്ലോ. തന്റെ സുരക്ഷയെക്കുറിച്ച് തനിക്കെന്നും ഇന്നും ഉത്കണ്ഠയൊന്നുമില്ല. അവശേഷിക്കുന്ന മക്കൾക്കെങ്കിലും ആ മാറ്റം കൊണ്ട് രക്ഷയുണ്ടായാൽ മതി. 3-ാം ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ മാമംഗലം തറവാട് വിടാൻ അങ്ങനെ അവർ തീരുമാനിച്ചു. ഇനി അങ്ങനെ ഒരു പരീക്ഷണം കൂടിയേ നോക്കാനുള്ളൂ. അതുകൂടി നോക്കുക തന്നെ. എത്തേണ്ടിടത്ത് എത്തിയപ്പോഴേക്കും തീരുമാനങ്ങൾക്ക് വ്യക്തമായ ഒരടിവരയിട്ട് കഴിഞ്ഞിരുന്നു വിഷ്ണു. തനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഏതായാലും തന്റെ പേരിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രശ്നമേയില്ല. ആദ്യം ഒഴിവാക്കേണ്ടത് അതാണ്. അത്രയും കഴിഞ്ഞ് ബാക്കി ചിന്തിച്ചാൽ മതി. വിശ്വംഭരൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. അത്തരമൊരു തെറ്റിൽ നിന്നായിരുന്നല്ലോ എന്റെ തുടക്കം തന്നെ. ഞാൻ ചെയ്തത് പക്ഷേ എന്റെ മാത്രം ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. നിനക്ക് മാത്രമല്ല, നമുക്കെല്ലാം ഒരുപോലെ ചതുവ് പറ്റിയെന്ന് പറയുന്നതാണ് നേര്. വിശ്വംഭരൻ നിശബ്ദനായിരുന്നതേയുള്ളൂ. നഗരത്തിൽ കാർ യാത്ര അവസാനിപ്പിച്ചു. ഒരു ഓട്ടോറിക്ഷയിലാണ് പിന്നീട് അവർ യാത്ര ചെയ്തത്, വിശ്വംഭരന്റെ താവളത്തിലേക്ക്. വിഷ്ണുവിന് ഒരേയൊരു കാര്യത്തിലെ ഉത്കണ്ഠയുണ്ടായിരുന്നുള്ളൂ. തന്റെ മഷി നോക്കുന്ന ഗ്രന്ഥത്തിലെ 101-ാം പേജ് ഇലഞ്ഞിത്തറ പണിക്കരുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ മതിയായിരുന്നു. അതിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞാൽ അയാൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം കൺമുന്നിൽ കാണാൻ കഴിയും. അങ്ങനെ ശ്രമിക്കുകയും തങ്ങളുടെ നീക്കങ്ങൾ അറിയുകയും ചെയ്താൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റും.
ഇതിനോടകം അയാൾ ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞോ എന്ന് തന്നെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. താനീ നഗരത്തിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞാൽ പണിക്കർ തീർച്ചയായും വെറുതെയിരിക്കില്ല. ഒരിക്കൽ കാട്ടുമരത്തിൽ കെട്ടിത്തൂക്കിയതിന്റെ ചുരുക്ക് അയാൾക്കെന്നും ഉണ്ടാകും. താൻ മാത്രം കരുതിയാൽ അഴിക്കാൻ കഴിയുന്ന ആ മാന്ത്രിക ബന്ധനത്തിൽ നിന്ന് പോലും മുക്തനായവനാണ് പണിക്കർ. താൻ ഉപയോഗിച്ച മന്ത്രം മനസ്സിലായി കാണണം. പ്രതിമന്ത്രം അയാളുടെ ദുഷ്ടമന്ത്രങ്ങളുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്നിരിക്കുകയും ചെയ്യണം. ഒന്നുമില്ലാതിരുന്നപ്പോൾ പോലും ആരെയും എതിർക്കാൻ പോന്ന കഴിവുള്ളവനായിരുന്നു പണിക്കർ. അപ്പോൾ പിന്നെ താൻ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങൾ കൂടി ലഭിച്ചാലത്തെ കഥ എന്താകും? വിശ്വംഭര, നമുക്ക് കളയാൻ വിനാഴിക പോലുമില്ല. ഞാനിവിടെ എത്തിയ കഥ പുറത്താരും അറിയാതെ തന്നെ പണിക്കരുടെ നീക്കങ്ങൾ അറിയണം, അതും വളരെ കൃത്യമായി. ഇന്ന് രാത്രി തന്നെ ആ ഗ്രന്ഥങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കണം. താവളത്തിലെത്തിയ നിമിഷം തന്നെ വിശ്വംഭരൻ അതറിയാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വൈകാതെ വിവരങ്ങൾ അറിയുകയും ചെയ്തു. ഗുരുക്കൾ കളരിയിൽ മടങ്ങിയെത്തിയിട്ടില്ല. അദ്ദേഹം മാമംഗലത്തേക്ക് പോയിട്ടുണ്ടെന്ന് പണിക്കർ സകലരെയും വിശ്വസിപ്പിച്ചിട്ടുണ്ട്. 1-2 ദിവസങ്ങളായി ഇലഞ്ഞിത്തറ തറവാട് അടച്ചുപൂട്ടിയ നിലയിലാണ്. ആ വീട്ടിൽ ഒരൊറ്റ അംഗം പോലുമില്ല. അവരെല്ലാം പണിക്കരുൾപ്പെടെ അകലെയെങ്ങോ ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണത്രേ. വിഷ്ണു നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അതവന് നിശ്ചയമുണ്ടായിരുന്നു. ഇരുട്ടിന്റെ ഇടവഴികളിലൂടെ കുറ്റിച്ചെടികൾക്കിടയിലൂടെ വിഷ്ണുവും വിശ്വംഭരനും ഇഴഞ്ഞു. രാവ് 2-ാം യാമത്തിലേക്ക് പ്രവേശിക്കുന്നതേയുള്ളൂ. കറുത്ത പക്ഷത്തിലെ ഇരുട്ടിന് അർദ്ധരാത്രിയുടെ വളർച്ച. അവർ സർപ്പക്കാടിനുള്ളിലായി. അവിടെ പണിക്കരുണ്ടാകുമെന്ന് വിഷ്ണുവിനൊരു ഊഹം. ഒളിച്ചിരുന്ന് കർമ്മങ്ങൾ ചെയ്യാൻ പണിക്കരെ പോലൊരു കുറുക്കൻ അതുപോലെ ഒരു സ്ഥലമല്ലാതെ മറ്റെവിടെ തിരഞ്ഞെടുക്കാനാണ്? ഇലഞ്ഞിത്തറയിൽ ആരുമില്ലെന്നറിഞ്ഞപ്പോൾ തുടങ്ങിയ സംശയമാണ്. ഒരു മാന്ത്രികൻ വല്ല കർമ്മങ്ങൾക്ക് വേണ്ടിയല്ലാതെ കുടുംബമടച്ച് ബന്ധുവീട്ടിൽ പോകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം. പണിക്കരെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്ത്രികന്റെ ചിട്ടയൊന്നും ബാധകമല്ലെങ്കിലും ഒരു പൊതു നിയമമുണ്ടല്ലോ. ആരും സഞ്ചരിക്കാത്ത പാതകൾ മാത്രമാണ് തിരഞ്ഞെടുത്തത്. സർപ്പക്കാവിൽ പരിശോധിച്ചു കഴിഞ്ഞേ ബാക്കി എന്തും ശ്രമിക്കേണ്ടു. മുമ്പ് കോമളവല്ലിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ച സ്ഥലത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ആദ്യം അവിടെയാണ് നോക്കേണ്ടതെന്ന് വിശ്വംഭരനോട് പറയുകയും ചെയ്തു. അങ്ങനെയാണവർ ഇറങ്ങി പുറപ്പെട്ടത്. ഗുരുക്കൾ ഇനിയും കളരിയിലെത്തിയിട്ടില്ല. അയാൾ അദ്ദേഹത്തെ അപകടപ്പെടുത്തി കഴിഞ്ഞോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അദ്ദേഹം നിന്നെ തേടി മാമംഗലം ഗ്രാമത്തിലെത്തിയിരുന്നത് സർവർക്കും അറിയാം. ഇപ്പോൾ അങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന പണിക്കരുടെ പ്രചരണത്തിലും എനിക്ക് ഉത്കണ്ഠയുണ്ട്. വിഷ്ണു തലകുലുക്കി. ഉവ്, നമുക്കതും കണ്ടുപിടിക്കണം. ഈ ഒരു രാത്രി അതിനേറെയാണ്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് പണിക്കരുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകിൽ അയാൾ, അല്ലെങ്കിൽ ഞാൻ. ഇനി 2 പേരും കൂടി ഏതായാലും വേണ്ട. വിശ്വംഭരൻ വിഷ്ണുവിന്റെ നേരെ മിഴിച്ചു നോക്കി. വിഷ്ണു ഒരു നേർത്ത പുഞ്ചിരി മറുപടിയായി നൽകി. സർപ്പക്കാവിന്റെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കിയിട്ടും അവിടെയെങ്ങും പണിക്കരുള്ളതിന്റെ ലക്ഷണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഉടനെ തന്നെ അയാൾ അവിടെ എത്തുമെന്നതിന്റെ സൂചന വിഷ്ണു കണ്ടെത്തുകയും ചെയ്തു. സർപ്പക്കാവിലെ പഴയ ആ തറ കാടുകൾ വെട്ടിത്തെളിച്ച് ഭദ്രമായി ഒരുക്കിയിട്ടിരുന്നു. വിഷ്ണു വിശ്വംഭരനെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇലഞ്ഞിത്തറ പണിക്കരുടെ മാന്ത്രിക കളം. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ എവിടെ എത്തും, അത് തീർച്ച. വെട്ടിയൊരുക്കിയ ഭാഗത്ത് ആ വലിയ മരച്ചുവട്ടിൽ പുതുതായി ഒരു കാളി വിഗ്രഹവും സ്ഥാപിച്ചിരുന്നു. തന്റെ ഗ്രന്ഥങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയാണതെന്ന് വിഷ്ണുവിന് ഉറപ്പായി. അറിയാതെ നടുങ്ങുകയും ചെയ്തു. നമുക്ക് വേഗം ഇലഞ്ഞിത്തറയിലേക്ക് പോകണം. അയാൾ അവിടെ തന്നെ കാണും. അർദ്ധരാത്രിയാകാതെ ഇവിടേക്ക് പോരാൻ വഴിയില്ല. വിശ്വംഭരൻ എന്തിനും ഒരുങ്ങിത്തന്നെയായിരുന്നു. വീണ്ടും ഇരുട്ടിന്റെ ഇടവഴികൾ. അവർ ഇലഞ്ഞിത്തറ തറവാടിന്റെ പിൻപുറത്ത് എത്തി. വളപ്പു ചാടിക്കടന്ന് വീടിന് പിന്നിലെ തൊഴുത്തിന് പിന്നിൽ ഇരുട്ടിൽ മറഞ്ഞു നിന്നു. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തറവാടിന്റെ ഏതോ ഒരു ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. ഓട്ടുപാത്രങ്ങൾ തമ്മിൽ മുട്ടുന്നത് പോലെ ഒരു ശബ്ദം. അകക്കെട്ടിൽ എവിടെയോ എണ്ണത്തിരിയുടെ ഒരു നാളം തെളിഞ്ഞു കണ്ടു. വിഷ്ണു വിശ്വംഭരന്റെ കയ്യിലൊന്നമർത്തി. ആളുണ്ടെന്ന് തീർച്ച. അയാൾ ചിലപ്പോൾ സർപ്പക്കാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാവും. അങ്ങനെയാണെങ്കിൽ പോയി കഴിഞ്ഞ് നമുക്ക് കയറാം. വിശ്വംഭരൻ അടക്കം പറഞ്ഞു.
ഒരു നാഴികയിലേറെ നേരം പിന്നെയും അവർക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. പണിക്കർ തറവാട് വിട്ടിറങ്ങിയെന്ന് ബോധ്യമായപ്പോഴേ തൊഴുത്തിന് പിന്നിൽ നിന്നവർ നീങ്ങിയുള്ളൂ. വീടിന്റെ ഓരം ചേർന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഇരുൾ അടഞ്ഞ ഒരു ഭാഗത്തു നിന്ന് ഒരു മനുഷ്യന്റെ ഞരക്കം കേട്ടു. വിഷ്ണുവാണത് കേട്ടത്. അവൻ വിശ്വംഭരനെ പിടിച്ചു നിർത്തി. ഇലഞ്ഞിത്തറയിലെ നിലവറയ്ക്ക് മുന്നിലായിരുന്നു അവരപ്പോൾ. വാതിലിനോട് ചേർന്ന് നിന്ന് അവർ ശ്രദ്ധിച്ചു. ഉവ്, അകത്താരോ വേദന കൊണ്ട് ഞരങ്ങുന്നുണ്ട്. ഗുരുക്കളായിരിക്കുമോ വിഷ്ണു? വിശ്വംഭരന്റെ ചോദ്യം തീരും മുമ്പേ വിഷ്ണുവിന്റെ കാൽ ഉയർന്നു താണു. നിലവറയുടെ താഴെ ഇളകി പറഞ്ഞു. അടുത്ത ആഘാതത്തോടെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. വിശ്വംഭരൻ കരുതിയിരുന്ന തീപ്പെട്ടി പുറത്തെടുത്ത് ഒരു കൊള്ളി ഉരച്ചു. ഒരു ചെറിയ പ്രകാശത്തിൽ ഓടി അകലുന്ന ഇരുട്ടിനിടയിൽ അവർ ആ കാഴ്ച കണ്ടു. മുറിയുടെ നടുവിൽ വിട്ടത്തോട് ചേർത്ത് ബന്ധിച്ച ചങ്ങലയിൽ ഗുരുക്കൾ തൂങ്ങിക്കിടക്കുന്നു. കൈകളും കാലുകളും ചേർത്ത് ചങ്ങലയിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. ആ ശരീരത്ത് അപ്പാടെ രക്തം ഉണങ്ങിയ പാടുകളായിരുന്നു. ഗുരുക്കളെ! ഇരു ശിഷ്യന്മാരും ഒരാർത്തനാദം പോലെയാണ് വിളിച്ചത്. വിശ്വംഭരൻ ഗുരുക്കളെ തോളിൽ താങ്ങി. വിഷ്ണു വിട്ടത്തിൽ നിന്ന് ചങ്ങല അഴിച്ചു. ഗുരുക്കളെ ബന്ധന വിമുക്തമാക്കാൻ കഷ്ടിച്ച് അരനാഴികയെടുത്തില്ല. ഇരുട്ടുമുറിയിൽ നിന്നാദ്യം അദ്ദേഹത്തെ അവർ പുറത്തെത്തിച്ചു. ഏതാനും നിമിഷത്തെ പരിചരണം കൊണ്ട് ഗുരുക്കളുടെ സ്വബോധം വീണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ഭാഗ്യമാണ് കുട്ടികളെ, ആരുടെയോ ഭാഗ്യം. ഇന്ന് പുലർച്ചെ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവൻ പോയിരിക്കുന്നത്. കഴിയുമെങ്കിൽ അവന്റെ ഇന്നത്തെ പൂജ മുടക്കണം. വിഷ്ണുവിനും ശേഖരമേനോനും ദോഷം ചെയ്യുന്ന പൂജയ്ക്കാണ് അവൻ ഒരുങ്ങുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിനു മുമ്പ് അത് തടയണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കേണ്ടത് വിഷ്ണുവായിരിക്കും. വല്ല വിധേനയും ഗുരുക്കൾ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹത്തെ കളരിയിലെത്തിക്കുകയാണ് അവർ ആദ്യം ചെയ്തത്. വീണ്ടും തിരികെ അവർ ഇലഞ്ഞിത്തറയിലേക്ക് തന്നെ വന്നു. തന്റെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ വീണ്ടെടുക്കണം. അത് തറവാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവണം. അത് കയ്യിലെത്തിയാൽ തന്റെ വിജയം സുനിശ്ചിതം. പക്ഷേ തറവാടിന്റെ ഓരോ ഭാഗത്തും അരിച്ചു പരിശോധിച്ചിട്ടും അങ്ങനെയൊന്നവർക്ക് കണ്ടെത്താനായില്ല. പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അകലെ എവിടെയോ കോഴി കൂവുന്ന ശബ്ദം കേൾക്കായി. വിശ്വംഭര, വൈകി, നമുക്കുടൻ സർപ്പക്കാട്ടിലെത്തണം. ഇരുവരും സർപ്പക്കാട് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ബ്രാഹ്മമുഹൂർത്തം. ശേഖരമേനോനും കുടുംബാംഗങ്ങളും യാത്രയ്ക്ക് ഒരുങ്ങി നിന്നു. വീട്ടു സാധനങ്ങളെല്ലാം അർദ്ധരാത്രി തന്നെ 2 ലോറിയിലായി അയച്ചു കഴിഞ്ഞു. അവർക്ക് പോകാനുള്ള കാർ റെഡിയായി പോർച്ചിൽ നിൽക്കുന്നു. മുറികളെല്ലാം പൂട്ടിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിലാണ് തന്റെ മുറി പൂട്ടിയിട്ട് ശേഖരമേനോൻ വീൽചെയർ ഉരുട്ടി ഉമ്മറത്തേക്ക് വന്നത്. മേനോന്റെ മുഖത്ത് നേരിയ ഒരു വിഷാദ ഛായ. ഇത്ര കാലവും കഴിഞ്ഞുകൂടിയ തറവാട് ഇന്ന് ഉപേക്ഷിക്കുകയാണ്. ഇനി എന്നെങ്കിലും ഇവിടേക്ക് വരവുണ്ടാവുമോ എന്നറിയില്ല. വരാതിരിക്കാനാണ് സാധ്യത. ഏറെ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ഒരു ഒളിച്ചോട്ടം. ഈ യാത്രയെക്കുറിച്ചതാണ് ഉപയോഗിക്കാൻ പറ്റിയ വാചകം. മേനോൻ മക്കളുടെ സമീപത്തേക്ക് വന്നു. നമുക്കിറങ്ങിയാലോ അച്ഛാ? സോമശേഖരൻ ചോദിച്ചു. മുഹൂർത്തമാകട്ടെ മോനെ. ക്ഷേത്രത്തിൽ നിന്ന് ശംഖുനാദം കൂടി കേട്ടിട്ടിറങ്ങാം. അല്ലെങ്കിൽ ഇനി എന്നാണത് കേൾക്കാൻ പറ്റുക? അത് ശരിയാണെന്ന് സോമശേഖരനും തോന്നി. മാലിനി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും അവൾക്കൊരു കാര്യത്തിലും അഭിപ്രായമില്ലാതായിട്ട് മാസങ്ങൾ തന്നെ ആയിട്ടുണ്ട്. എങ്കിലും ജനിച്ചു വളർന്ന വീട് വിട്ടു പോകുന്നതിൽ അവൾക്കും ഖേദമുണ്ടെന്ന് തോന്നി. അകലെ നിന്ന് അനുഗ്രഹത്തിന്റെ അല പോലെ ശംഖുനാദം മുഴങ്ങുന്നു. മേനോൻ വീൽ ചെയറിലിരുന്ന് തന്നെ ക്ഷേത്രത്തിന്റെ ദിശ നോക്കി കൈകൾ കൂപ്പി. ശുഭമുഹൂർത്തം. ഇനി ഇറങ്ങാം മകനെ. കണ്ണുകളിൽ 2 നീർമണികൾ കിനിഞ്ഞിരുന്നുവോ? മാലിനിയും സോമശേഖരനും ചേർന്ന് വീൽ ചെയറിൽ നിന്ന് ശേഖരമേനോനെ എടുത്തുയർത്തി. ആ നിമിഷം, അതേ നിമിഷത്തിലാണ് അത് സംഭവിച്ചത്. വെള്ളിടി പോലെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. എന്തോ പൊട്ടിപ്പിളർന്നതുപോലെ. മുന്നോട്ടവർ ഒരു ചുവട് പോലും വയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു അത്. വീടിന്റെ പടിയിലേക്ക് ഒരു ചുവട് വയ്ക്കും മുമ്പേ ദുരന്തം പൂർത്തിയായി. മാമംഗലം തറവാടിന്റെ ആ വലിയ മുൻകെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് പതിച്ചു. അലച്ചു വന്ന ഗൃഹ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് മേനോന്റെ 2 മക്കളും മുങ്ങി. അവരുടെ മേലേക്ക് ബാക്കി കൂടി ഇടിഞ്ഞു വീഴുകയായി. സർപ്പക്കാട്ടിനുള്ളിൽ ഇലഞ്ഞിത്തറ പണിക്കർ ഉന്മാദ നൃത്തം ചവിട്ടി. ആ ശബ്ദം കേട്ടതുകൊണ്ട് വിഷ്ണുവും വിശ്വംഭരനും കൃത്യസ്ഥലത്തെത്താൻ കഴിഞ്ഞു.
ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കിയ വിഷ്ണു തന്റെ പട്ടിൽ പൊതിഞ്ഞ പെട്ടി കണ്ടു. ഹോമകുണ്ഠത്തിന് ചുവട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന മറ്റു പല മാന്ത്രിക ഗ്രന്ഥങ്ങളും കണ്ടു. ഇലഞ്ഞിത്തറ പണിക്കരുടെ കയ്യിലിരുന്ന ഗ്രന്ഥം കണ്ടപ്പോഴാണ് അവന്റെ നടുക്കം പൂർണ്ണമായത്. താൻ മഷി നോക്കുന്ന ഗ്രന്ഥം, അതിന്റെ 101 പേജ്. ആ പേജിൽ തന്നെ മിഴിയൊന്നി നിന്നുകൊണ്ടാണ് പണിക്കർ ആനന്ദ നൃത്തം ചവിട്ടുന്നത്. ആഹ്ലാദകരമായ ഏതോ കാഴ്ച അയാൾ അതിൽ കാണുന്നു. പണിക്കർ പുസ്തകത്തിലേക്ക് നോക്കി ഒരു നിമിഷം നടുങ്ങി നിൽക്കുന്നതും പിന്നെ പരിഭ്രമത്തോടെ ചുറ്റുപാടും വീക്ഷിക്കുന്നതും കണ്ടു. വിഷ്ണു ഞെട്ടി. വിശ്വംഭരൻ നടുങ്ങി. ആ പേജിൽ തെളിഞ്ഞിരിക്കുന്ന ചിത്രം തങ്ങളുടേതാവില്ലേ? പണിക്കർ പൊടുന്നനെ ഗ്രന്ഥം മടക്കുന്നത് കണ്ടു. വല്ലാത്തൊരു ധൃതിയോടെ ഹോമകുണ്ഠത്തിനു ചുറ്റും നിവർത്തി വെച്ചിരിക്കുന്ന മറ്റു മാന്ത്രിക ഗ്രന്ഥങ്ങൾ വാരിയടുക്കി പെട്ടിയിൽ കുത്തി നിറയ്ക്കുന്നതും. രക്ഷപ്പെടാനുള്ള ഒരുക്കമാണയാൾ. വിഷ്ണു അടിമുടി വിറച്ചു. ഇപ്പോൾ രക്ഷപ്പെട്ടാൽ ഇനി ഒരിക്കലും അയാളെ പിടികിട്ടിയെന്ന് വരില്ല. ഏതോ കടുത്ത ക്ഷുദ്രം ചെയ്യാനുള്ളത് അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്തോ ഒന്ന് ചെയ്തു നോക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിജയാട്ടഹാസങ്ങളാണ് തങ്ങൾ കേട്ടത്. ഉന്മാദ നൃത്തമാണ് കണ്ടത്. അടുത്ത ക്ഷണം വിശ്വംഭരനും തടയാനാവുന്നതിനു മുമ്പേ വിഷ്ണുവും ഹോമകുണ്ഠത്തിന്റെ മുന്നിലേക്ക് കുതിച്ചു ചാടി. പണിക്കരൊന്ന് ഞെട്ടുന്നത് കണ്ടു. അരയിൽ നിന്നയാൾ കത്തി വലിച്ചൂരുന്നതും. നിമിഷങ്ങൾ വീർപ്പടക്കി നിന്നു. വിശ്വംഭരൻ വിങ്ങി വിയർത്തു. ഒരു മിന്നൽ പിണറിന്റെ വേഗതയിലാണ് വിഷ്ണു ചലിച്ചത്. പണിക്കർ കഠാരി ഊരുന്നത് അവൻ കണ്ടുവോ എന്നറിഞ്ഞില്ല. ഹോമകുണ്ഠത്തിന് മുന്നിൽ കുത്തി നിർത്തിയിരുന്ന കുത്തുവിളക്കായിരുന്നു വിഷ്ണുവിന്റെ ലക്ഷ്യം. അവനത് കടന്നെടുത്തു. കുത്തുവിളക്കിന്റെ മുനയുള്ള അഗ്രം പണിക്കരുടെ മാറ് പിളർക്കുന്നത് കണ്ടു. സർപ്പക്കാട്ടിൽ നിന്നൊരു ആർത്തനാദം ഉയർന്നു. നീ എന്നെ ചതിച്ചു ദ്രോഹി. പണിക്കരുടെ ദയനീയ ശബ്ദം. അല്ല, ഒരുപാട് പേരെ ചതിച്ചതിനും ഇനി ആരെയും അങ്ങനെ ചെയ്യാതിരിക്കാനും വേണ്ടി ഒരു വലിയ ചതിയനെ കൊല്ലുന്നു. പണിക്കരെ, മന്ത്രം തോൽക്കുന്നിടത്തും ആയുധം വിജയിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരിച്ചോളൂ. വിഷ്ണു ആ കുത്തുവിളക്ക് വലിച്ചൂരി. വീണ്ടും വീണ്ടും അത് ഇലഞ്ഞിത്തറ പണിക്കരുടെ മാറിൽ താഴ്ന്നു. അണയാറായ ഹോമകുണ്ഠത്തിലേക്ക് അർച്ചന പോലെ ചോരപ്പൂക്കൾ ചിതറി വീണു. മാന്ത്രിക ഗ്രന്ഥങ്ങളുടെ കെട്ടുകൾ ഒന്നൊന്നായി ഗുരുക്കളുടെ മുന്നിൽ വിരിച്ച പട്ടുതുണിയിൽ നിരത്തുമ്പോൾ വിഷ്ണുവിന്റെ മുഖത്ത് ചാരിതാർത്ഥ്യത്തിന്റെ പ്രശാന്തതയായിരുന്നു. ഗുരുക്കളെ, വൈകിയാണെങ്കിലും എന്റെ ഗുരുദക്ഷിണയായി ഇത് തിരിച്ചെടുത്തോളൂ. ഇനിയുള്ള ജീവിതത്തിന് എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിറ കണ്ണുകളോടെ ഗുരുക്കൾ വിഷ്ണുവിനെ മാറോട് ചേർത്തു. കഥ അവസാനിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി വായിച്ചത് മിഥുൻ മോഹൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.